Next chapter, anatomy of flowering plants. Anatomy of flowering plants എന്ന് പറഞ്ഞാൽ internal structure of the flowering plants. Flowering plants നമ്മൾ രണ്ട് ഗ്രൂപ്പാണ് പഠിച്ചിട്ടില്ലേ, ഡൈക്കോട്സും മോണോകോട്സും അല്ലേ. നമുക്കറിയാം മോർഫോളജി എന്ന് പറയുന്ന എക്സ്റ്റേണൽ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സാണ്. അതേപോലെ തന്നെ അതിന് ഇൻറ്റേർണൽ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് നോക്കുമ്പോൾ നമുക്ക് അതിനകത്ത് കുറേ ടിഷ്യൂസൊക്കെ കൂടിയിട്ടാണ് അതിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചർ ഫോം ചെയ്തിട്ടുള്ളത്. ആ ടിഷ്യൂസ് കൂടിയിട്ടാണ് ഓർഗൻ ഉണ്ടായിട്ടുള്ളത്. അത് മോർഫോളജിയിൽ നമ്മൾ മേജറായിട്ട് അതിൻ്റെ ഓർഗൻസിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത് അല്ലേ. അതായത് റൂട്ട്, സ്റ്റെം, ലീഫ്, ഫ്ലവർ, ഇൻഫ്ലോറസൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ എക്സ്റ്റേണൽ സ്ട്രക്ചേഴ്സാണ് പഠിക്കുന്നത്. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്ന ടിഷ്യൂസ് ആണ്. ടിഷ്യൂസ് എന്ന് പറയുന്നത് അതിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചേഴ്സ് വിച്ച് ഇസ് ഡൂയിങ് ദ സ്പെഷ്യൽ ഫംഗ്ഷൻ. ഒരു ടിഷ്യൂ എന്ന് പറയുന്നത് എന്താ, ഗ്രൂപ്പ് ഓഫ് സെല്ല് അത് ഒരു കോമൺ ഫംഗ്ഷൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഒരു ടിഷ്യൂ എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഡൈക്കോട്ടിൻ്റെ കേസും മോണോകോട്ടിൻ്റെ കേസും എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ മോർഫോളജിയിലുള്ള ഡിഫറൻസ് പോലെ തന്നെ അനാട്ടമിയിലും ഒരുപാട് ഡിഫറൻസ് നമുക്ക് കാണാൻ കഴിയും അല്ലേ. അപ്പോൾ ആ ഇൻറ്റേർണൽ സ്ട്രക്ചർ എങ്ങനെയാണ് ഓരോ പ്ലാന്റിലും എന്നാണ് കാണുന്നത്. അതിനു മുമ്പ് നമുക്ക് ആ ടിഷ്യൂസ് എന്താണ് മേജർലി അതല്ലെങ്കിൽ ബേസിക്കലി ടിഷ്യൂ എന്ന് പറയുന്നത് എന്താണ്, ഏതൊക്കെ തരത്തിൽ ഉള്ള ടിഷ്യൂസ് ബേസിക്കലി പ്ലാന്റ്സിൽ പ്രസൻ്റ് ആയിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. ടിഷ്യൂ എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് സെൽസ് ഹാവിങ് എ കോമൺ ഒറിജിൻ ആൻഡ് യൂഷ്വലി ദേ പെർഫോം എ കോമൺ ഫംഗ്ഷൻ ചെയ്യുന്ന കോമൺ ഒറിജിൻ ഉള്ള ഗ്രൂപ്പ് ഓഫ് സെൽസിനെയാണ് നമ്മൾ എന്ത് പറയാം, ടിഷ്യൂ എന്ന് പറയാം. ഇനി ടിഷ്യൂസ് വന്നിട്ട് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ, ഒന്ന് പെർമനന്റ് ടിഷ്യൂ. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ ഡിവിഷൻ കപ്പാസിറ്റി ഉള്ള ടിഷ്യൂവിന് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്നും, പെർമനന്റ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂന്ന് ഡിഫറൻഷിയേഷൻ നടന്നിട്ട് ഒരു പർട്ടിക്കുലർ ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു ടിഷ്യൂവിനെ നമ്മൾ പെർമനന്റ് ടിഷ്യൂ എന്നും പറയും. ഇനി മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഗ്രോത്ത് നടക്കുന്ന റീജിയനിൽ കാണുന്ന ടിഷ്യൂസാണ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ പലതരത്തിലുണ്ട്. അതിൻ്റെ പൊസിഷൻ അനുസരിച്ച് നമ്മൾ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂവിനെ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ എപ്പിക്കൽ മെരിസ്റ്റം എന്നും ഇന്റർകാലറി മെരിസ്റ്റം എന്നും അതുപോലെ തന്നെ ലാറ്ററൽ മെരിസ്റ്റം എന്നും മേജർലി മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. ഇനി എപ്പിക്കൽ മെരിസ്റ്റം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ റൂട്ട് അപ്പെക്സിലോ അല്ലെങ്കിൽ ഷൂട്ട് അപ്പെക്സിലോ കാണുന്ന മെരിസ്റ്റത്തിനെയാണ് എപ്പിക്കൽ മെരിസ്റ്റം എന്ന് പറയുന്നത്. അത് സാധാരണ അതിൻ്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി, പ്ലാന്റിൻ്റെ ലെങ്ത് റൂട്ടിൻ്റെയും ഷൂട്ടിൻ്റെയും ലെങ്ത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ പറയുന്ന എപ്പിക്കൽ മെരിസ്റ്റം. എപ്പിക്കൽ മെരിസ്റ്റം അതിൻ്റെ ആ എപ്പിക്കൽ മെരിസ്റ്റം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ തിയറീസ് ഉണ്ട് കേട്ടോ. എപ്പിക്കൽ മെരിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് കുറേ തിയറീസ് ഉണ്ട്. ഞാൻ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറീസ് പറയാം. ഒന്ന് എപ്പിക്കൽ സെൽ തിയറിയാണ്. അത് നഗേലി എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ് എപ്പിക്കൽ സെൽ തിയറിനെ പറ്റി പറഞ്ഞത്. അദ്ദേഹം എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ എപ്പിക്കൽ റീജിയനിൽ കാണുന്ന ഒരു സിംഗിൾ സെല്ല് അതുമാത്രം ഡിവിഷൻ നടക്കുകയും അത് ആ പ്ലാന്റിൻ്റെ ലെങ്ത് കൂടാൻ വേണ്ടിയിട്ട് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി ചെയ്യുന്നതിനെയാണ് എപ്പിക്കൽ സെൽ തിയറി എന്ന് പറയുന്നത്. എപ്പിക്കൽ സെൽ അതായത് എപ്പിക്കൽ റീജിയനിൽ ഇരിക്കുന്ന സിംഗിൾ സെല്ല് അത് സാധാരണ കാണുന്ന ആൽഗയിലും ബ്രയോഫൈറ്റിലും ടെറിഡോഫൈറ്റിലുമാണ്. അല്ലാണ്ട് സീഡഡ് പ്ലാന്റ്സിൽ അത് കാണുന്നില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് അത്ര ഇമ്പോർട്ടൻസ് ഈ ചാപ്റ്ററിൽ കൊടുക്കേണ്ട കാര്യമില്ല. കാരണം നമ്മളിവിടെ പഠിക്കുന്ന അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ്. ഇനി നമുക്ക് ഹിസ്റ്റോജൻ തിയറി എന്ന് പറയുന്നത്. ഹിസ്റ്റോജൻ തിയറി ഹാൻസ്റ്റീൻ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റാണ് പ്രപ്പോസ് ചെയ്തത്. ദ സയന്റിസ്റ്റ് ഹാൻസ്റ്റീൻ പ്രപ്പോസ്ഡ് ദ തിയറി ഓഫ് ഹിസ്റ്റോജൻ തിയറി. ഹിസ്റ്റോജൻ എന്ന് പറയുന്നത് ഒരു മെരിസ്റ്റമാറ്റിക് ടിഷ്യൂവിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ടേം തന്നെയാണ് കേട്ടോ. ആ ഹിസ്റ്റോജൻ മെരിസ്റ്റമാറ്റിക് റീജിയൻസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്, അതായത് പല ഹിസ്റ്റോജൻസ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം ഈ പറയുന്ന എപ്പിക്കൽ മെരിസ്റ്റത്തിനെ. എപ്പിക്കൽ മെരിസ്റ്റത്തിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും ഉള്ളിലത്തെ ഭാഗം, അതായത് ഏറ്റവും ഉള്ളിലായിട്ട് കാണുന്ന ലെയറിന് നമ്മൾ പ്ലീറോം എന്നാണ് പറയുക. ആ പ്ലീറോമിനെ സറൗണ്ട് ചെയ്തിട്ട് ഏറ്റവും പുറത്ത് ഡെർമാറ്റോജനും അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ പെരിബ്ലോം കാണും. അതായത് പ്ലീറോം ഏറ്റവും ഉള്ളിൽ കാണുന്നതാണ്, ഡെർമാറ്റോജൻ ഏറ്റവും പുറത്ത് കാണുന്നത്, അതിൻ്റെ സെൻറ്ററിൽ കാണുന്നതാണ് പെരിബ്ലം എന്ന് പറയുന്നത്. അപ്പോൾ ഡെർമാറ്റോജനിൽ നിന്ന് അത് ഡെവലപ്പ് ചെയ്യുന്നത് എപ്പിഡെർമിസ് ആണെങ്കിൽ പെരിബ്ലത്തിൽ നിന്ന് അത് ഡെവലപ്പ് ചെയ്യുന്ന കോർട്ടെക്സ് റീജിയനാണ്. കോർട്ടെക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ എൻഡോഡെർമിസും ഒക്കെ കൂടിയ ഒരു റീജിയൻ കേട്ടോ. അതായത് സ്റ്റെമ്മിൻ്റെ ഒക്കെ കേസിലാണെങ്കിൽ ഹൈപ്പോഡെർമിസും കോർട്ടെക്സും എൻഡോഡെർമിസും ഒക്കെ ഈ പെരിബിളം എന്ന് പറയുന്ന റീജിയനിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അതുപോലെ പ്ലീറോം എന്ന് പറയുന്ന ആ ഒരു ലെയർ അത് ഡെവലപ്പ് ചെയ്യുന്നത് ഇന്നർ പോർഷൻ, ദാറ്റ് ഈസ് ദ സ്റ്റീൽ റീജിയൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പെരിസൈക്കിളും പിത്തും വാസ്കുലാർ ബണ്ടിൽസും ഒക്കെ ഫോം ചെയ്യുന്ന പ്ലീറോം റീജിയനിൽ നിന്നാണ്. ഇതും അധികം ഓടിയ തിയറിയൊന്നും അല്ല. പിന്നെ നെക്സ്റ്റ് തിയറി എന്ന് പറയുന്നത് ടൂണിക്ക കോർപ്പസ് തിയറിയാണ്.
ടൂണിക്ക കോർപ്പസ് തിയറി പ്രപ്പോസ് ചെയ്ത ആരാന്ന് ഒരു സ്റ്റേറ്റ് ലെവൽ എൻട്രൻസ് എക്സാമിൽ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ദാറ്റ് ഈസ് പ്രപ്പോസ്ഡ് ബൈ സ്കിമിഡിറ്റ്. സ്കിമിഡിറ്റ് എന്ന് പറയുന്ന സ്പെല്ലിംഗ് ഒന്ന് നോട്ട് ചെയ്തോ, SCHMIDT. സ്കിമിഡിറ്റ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആണ് ടൂണിക്ക കോർപ്പസ് തിയറി ഡെവലപ്പ് ചെയ്തത്. ടൂണിക്ക കോർപ്പസ് തിയറിയിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഈ ടൂണിക്ക ആൻഡ് കോർപ്പസ് ഇത് രണ്ട് സോൺസ് ആയിട്ടാണ് മെരിസ്റ്റമാറ്റിക് റീജിയനിൽ കാണുന്നത്. അതിനകത്ത് ടൂണിക്ക ആണ് പുറത്തെ ലെയർ, കോർപ്പസ് ഇന്നർ ലെയർ ആണ്. ആ ടൂണിക്ക എപ്പിഡെർമിസ് ഉണ്ടാക്കും, കോർപ്പസ് എന്ന് പറയുന്ന ലെയർ, ടൂണിക്ക ഒരു സിംഗിൾ ലെയർ ആണ് കേട്ടോ, കോർപ്പസ് എന്ന് പറയുന്ന മൾട്ടിപ്പിൾ ലെയർ ആണ്. അതാണ് ബാക്കി എല്ലാ ടിഷ്യൂസും ഉണ്ടാക്കുന്നത്. അതായത് കോർട്ടെക്സും എൻഡോഡെർമിസും അതുപോലെ സ്റ്റീൽ റീജിയനും എല്ലാം ഡെവലപ്പ് ചെയ്യുന്നത് കോർപ്പസ് റീജിയനിൽ നിന്നാണ്. ഓക്കെ, ഇനി അടുത്ത തിയറി എന്ന് പറയുന്നത് ക്യൂസൻ സെൻറ്റർ കോൺസെപ്റ്റ് ആണ്. ക്യൂസൻ സെൻറ്റർ കോൺസെപ്റ്റ് കൊണ്ടുവന്ന ക്ലോസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആണ്, CLOWES. അദ്ദേഹം ഈ മോണോകോട്ടിലിഡിനസ് പ്ലാന്റ്സിൻ്റെ റൂട്ട് ടിപ്പിനെ പറ്റി പഠിച്ചിട്ടാണ് ഈ ക്യൂസൻ സെൻറ്റർ കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. മോണോകോട്ടിലിഡിനസ് പ്ലാന്റ്സിൻ്റെ റൂട്ട് ടിപ്പിൽ, അതായത് മെയ്സ് പോലത്തെ പ്ലാന്റിൽ ഒരു മെരിസ്റ്റമാറ്റിക് സോണിനും റൂട്ട് ക്യാപ്പിനും ഇടയിലായിട്ട് ഒരു കപ്പ് ലൈക്ക് റീജിയൻ അദ്ദേഹം കണ്ടുപിടിച്ചു. ശരിക്കും പറഞ്ഞാൽ ആ കപ്പ് പോലത്തെ ആ ഒരു റീജിയൻ ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ക്യൂസൻ സെൻറ്റർ എന്ന് പറയുന്നത്. നോർമലി അത് ഇനാക്റ്റീവ് ആയിരിക്കും. അത് ആക്റ്റീവ് ആവുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴാണോ ഈ റൂട്ടിൻ്റെ എപ്പിക്കൽ മെരിസ്റ്റത്തിന് ഡാമേജ് എന്തെങ്കിലും പറ്റുന്നത് ആ സമയത്ത് ആ റൂട്ട് എപ്പിക്കൽ മെരിസ്റ്റത്തിൻ്റെ റോള് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ പറയുന്ന ക്യൂസൻ സെൻറ്റർ എന്ന് പറയുന്നത് കേട്ടോ. ക്യൂസൻ സെൻറ്ററിൽ സാധാരണ കാണുന്നത് ലോ DNA ലോ RNA ആണ്. കാരണം എന്താ, അത് ഇനാക്റ്റീവ് ആയിട്ടിരിക്കുന്ന ഒരു ടിഷ്യൂ ആണ്. ഓക്കെ, ഇനി നമ്മൾ സാധാരണ എപ്പിക്കൽ മെരിസ്റ്റത്തിൽ നമ്മൾ വൈഡ്ലി ആക്സെപ്റ്റഡ് എപ്പിക്കൽ മെരിസ്റ്റം എന്ന് പറഞ്ഞിട്ട് അത് പ്രപ്പോസ് ചെയ്തിട്ടുള്ള ഹാബർലാൻഡ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് പ്രപ്പോസ് ചെയ്തൊരു മോഡലാണ് കേട്ടോ. അദ്ദേഹം അതിനകത്ത് എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഈ എപ്പിക്കൽ മെരിസ്റ്റത്തിന് 3 റീജിയൻ ഉണ്ട്. ഈ 3 റീജിയൻ ഔട്ടർ പ്രോട്ടോഡേം എന്തൊക്കെയായിട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എപ്പിഡെർമിസ്, ഏറ്റവും പുറത്തെ ലെയർ എപ്പിഡെർമിസ് നമുക്കറിയാം. പിന്നെ പ്ലാന്റ്സിൻ്റെ ലീവ്സിൻ്റെ ഒക്കെ കേസിലാണെങ്കിൽ അതിൻ്റെ എപ്പിഡെർമിസിൽ കാണുന്ന ഒരു സ്ട്രക്ചറാണ് സ്റ്റൊമേറ്റ. അപ്പോൾ സ്റ്റൊമേറ്റ എവിടെ നിന്നുണ്ടാകുന്ന പ്രോട്ടോഡേമിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. സ്റ്റെം ഹെയർ, സ്റ്റെമ്മിനകത്ത് കാണുന്ന ട്രൈക്കോം എന്ന് പറയുന്ന സ്റ്റെം ഹെയർ ഉണ്ടല്ലോ, അതൊക്കെ ഈ പ്രോട്ടോഡേമിൻ്റെ ഡെവലപ്മെൻ്റ് ആണ്. അപ്പോൾ പ്രോട്ടോഡേം ഇറ്റ് വിൽ ഗിവ് റൈസ് ടു എപ്പിഡെർമിസ് ആൻഡ് അസോസിയേറ്റഡ് പാർട്ട് ഓഫ് എപ്പിഡെർമിസ്. ഇനി നെക്സ്റ്റ് ലെയർ പ്രോക്യാമ്പിയാണ്. പ്രോക്യാമ്പിയത്തിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്ന വാസ്കുലാർ ബണ്ടിൽസ് മാത്രമേ ഉള്ളൂ. അതായത് സൈലോം ഫ്ലോയും മാത്രമാണ് പ്രോക്യാമ്പിയത്തിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്നുള്ളൂ. അതേപോലെ ഗ്രൗണ്ട് മെരിസ്റ്റാണ് 3ാമത്തെ ലെയർ. അവിടെ നിന്നാണ് കോർട്ടെക്സിൻ്റെ ഡിഫറെൻറ്റ് ഭാഗങ്ങളായിട്ടുള്ള ഹൈപ്പോഡെർമിസ്, കോർട്ടെക്സ്, എൻഡോഡെർമിസ് ഇതൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. അതുപോലെ സ്റ്റീലിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ് ആയിട്ടുള്ള പെരിസൈക്കിൾ, പിത്ത്, മെഡുലറി റേസ് ഇതൊക്കെ ഫോം ചെയ്യുന്ന ഗ്രൗണ്ട് മെരിസ്റ്റത്തിൽ നിന്നാണ്. ഇതാണ് വൈഡ്ലി ആക്സെപ്റ്റഡ് മോഡൽ ഓഫ് ദ എപ്പിക്കൽ മെരിസ്റ്റം. ഓക്കെ, അപ്പോൾ എപ്പിക്കൽ മെരിസ്റ്റത്തിനെ പറ്റിയിട്ട് നമ്മൾ ഏകദേശം 5 തിയറീസ് പറഞ്ഞു. ഒന്ന് എപ്പിക്കൽ സെൽ തിയറി, ഒന്ന് ഹിസ്റ്റോജൻ തിയറി, ഒന്ന് ടൂണിക്ക കോർപ്പസ് തിയറി, ഒന്ന് ക്യൂസൻ സെൻറ്റർ കോൺസെപ്റ്റ്, അനദർ വൺ ഇറ്റ് ഈസ് ഹാബർലാൻഡ് പ്രപ്പോസ് ചെയ്ത പ്രോട്ടോഡം, പ്രോക്യാമ്പിയം, ഗ്രൗണ്ട് മെരിസ്റ്റം എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് എപ്പിക്കൽ മെരിസ്റ്റം കഴിഞ്ഞു. നെക്സ്റ്റ് വൺ ആക്സിലറി ഇന്റർകാലറി മെരിസ്റ്റം. എന്താണ് ഇന്റർകാലറി മെരിസ്റ്റം എന്ന് ചോദിച്ചാൽ, ഈ എപ്പിക്കൽ മെരിസ്റ്റം അതിൻ്റെ തുമ്പത്തിരിക്കുന്നുണ്ടല്ലോ, ആ എപ്പിക്കൽ മെരിസ്റ്റം അത് വളർന്നു പോകുന്തോറും അതിൻ്റെ കുറച്ച് സെൽസ് എവിടെയെങ്കിലും ലെഫ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ സെൽസ് പെർമനൻറ്റ് ടിഷ്യൂവിൻ്റെ ഇടയ്ക്ക് ഡിവൈഡിങ് കപ്പാസിറ്റി കാണിക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ചിലപ്പോൾ ലീവ്സ് ഫോം ചെയ്യാനുള്ള ടെൻഡൻസി കാണിക്കും, അല്ലെങ്കിൽ പുതിയൊരു ബഡ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു പുതിയ ബ്രാഞ്ച് ഉണ്ടാവാം. അതിനെയാണ് നമ്മൾ ഇന്റർകാലറി മെരിസ്റ്റം എന്ന് പറയുന്നത്. ഈ ഇന്റർകാലറി മെരിസ്റ്റം ഒക്കെ റണ്ണർ ടൈപ്പിലുള്ള ഗ്രാസിൽ ഉള്ളത് കൊണ്ടാണ്. ഗ്രാസിലൊക്കെ നമുക്കറിയാം പശുവൊക്കെ ഒരു പുല്ല് കടിച്ചു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കടിച്ചു മുറിക്കുന്നിടം വെച്ച് വീണ്ടും അത് എക്സ്റ്റെൻഡ് ചെയ്ത് വരാനുള്ള സാധ്യതയുണ്ട് അല്ലേ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ ഇന്റർകാലറി മെരിസ്റ്റം ഇരിക്കുന്ന അവിടെയാണ് മുറിഞ്ഞു പോകുന്നതെങ്കിൽ ഈസി ആയിട്ട് ഇത് വീണ്ടും ഡെവലപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ എപ്പിക്കൽ മെരിസ്റ്റവും ഇന്റർകാലറി മെരിസ്റ്റമാണ് ജനറലി നമ്മൾ പ്രൈമറി മെരിസ്റ്റമായിട്ട് കൺസിഡർ ചെയ്യുന്നത്. എന്താ പ്രൈമറി മെരിസ്റ്റം എന്ന് ചോദിച്ചാൽ, പ്രൈമറി മെരിസ്റ്റം എന്ന് വെച്ചാൽ നമ്മൾ ഒരു പ്ലാന്റ് ഉണ്ടാവുമ്പോൾ ആ പ്ലാന്റിൻ്റെ ഉള്ളിൽ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ, അതിനകത്ത് ഉള്ള മെരിസ്റ്റമാറ്റിക് ടിഷ്യൂവിനെയാണ് നമ്മൾ എന്ത് പറയുക, പ്രൈമറി മെരിസ്റ്റം എന്ന് പറയാം. അതേപോലെ തന്നെ നമുക്ക് സെക്കൻഡറി മെരിസ്റ്റം ഓർ ലാറ്ററൽ മെരിസ്റ്റം കാണാൻ പറ്റും കേട്ടോ. എന്താ ഈ സെക്കൻഡറി മെരിസ്റ്റം എന്ന് പറയുന്നത്? ഒരു പ്ലാന്റ് വളർന്നു വരും തോറും അതിൻ്റെ പെർമനൻറ്റ് ടിഷ്യൂ, അതായത് മെരിസ്റ്റമാറ്റിക് റീജിയനിൽ നിന്ന് ഉണ്ടായ പെർമനൻറ്റ് ടിഷ്യൂ, ഡിഫറൻഷിയേഷൻ നടന്നിട്ടുണ്ടായ പെർമനൻറ്റ് ടിഷ്യൂ
വീണ്ടും ഡീ ഡിഫറൻഷിയേഷൻ നടന്നിട്ട് പിന്നെയും ഗ്രോ ചെയ്യണമെങ്കിൽ അത് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി അറ്റൈൻ ചെയ്യും. അങ്ങനത്തെ ടിഷ്യൂസിനെയാണ് നമ്മൾ സെക്കൻഡറി മെരിസ്റ്റം എന്ന് പറയാം. അതായത് ഓൾറെഡി മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ഉണ്ടായതാണ് അവർ പെർമനൻറ്റ് ടിഷ്യൂ ആയിട്ട് ഡിഫറൻഷിയേഷൻ നടന്ന് അതിന് ഫങ്ഷനൊക്കെ അറ്റൈൻ ചെയ്തതാണ്. അതിൻ്റെ ഫങ്ഷൻ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു ടിഷ്യൂ, ഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള ടിഷ്യൂ വീണ്ടും ഡീ ഡിഫറൻഷിയേഷൻ നടന്നിട്ട് വീണ്ടും മെരിസ്റ്റമാറ്റിക് കപ്പാസിറ്റി അറ്റൈൻ ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാൽ ആ പ്ലാന്റിന് സെക്കൻഡറി തിക്കനിങ് അല്ലെങ്കിൽ സെക്കൻഡറി ഗ്രോത്തിൻ്റെ ആവശ്യമുണ്ട് എന്ന് വരുമ്പോഴാണ് അങ്ങനത്തെ ഒരു പെർമനൻറ്റ് ടിഷ്യൂന്ന് ഇങ്ങനെ ഒരു ഡീ ഡിഫറൻഷിയേഷൻ നടന്ന് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ഉണ്ടാവേണ്ടതായിട്ട് വരേണ്ടത്. അതിനെയാണ് നമ്മൾ സെക്കൻഡറി മെരിസ്റ്റം എന്ന് പറയുന്നത്. സാധാരണ സെക്കൻഡറി മെരിസ്റ്റം നമ്മൾ പറയുന്നത് ലാറ്ററൽ മെരിസ്റ്റത്തിനെയാണ് കേട്ടോ. അതായത് ഒരു പ്ലാന്റ് ഉണ്ടാകുമ്പോൾ തന്നെ ഒരുപാട് വണ്ണം വെച്ച് വരികയല്ല ചെയ്യുക, അത് പൊക്കം കൂടി അത് കഴിഞ്ഞതിന് ശേഷമാണ് അത് വണ്ണം വെച്ച് വരിക അല്ലേ. ഇപ്പോൾ സാധാരണ ലാറ്ററൽ മെരിസ്റ്റം എന്ന് പറയുന്നത് പ്ലാന്റിൻ്റെ സൈഡ് വശങ്ങളിൽ കൂടെ കാണുന്ന മെരിസ്റ്റത്തിനെയാണ് ലാറ്ററൽ മെരിസ്റ്റം എന്ന് പറയുന്നത്. അത് അതിൻ്റെ തിക്നെസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ലാറ്ററൽ മെരിസ്റ്റം എപ്പോഴും സിലിണ്ടറിക്കൽ ടൈപ്പ് ആയിരിക്കും. ഈ ലാറ്ററൽ മെരിസ്റ്റം എപ്പോഴും കോർട്ടെക്സ് റീജിയനിലും അതുപോലെ തന്നെ നമുക്ക് വാസ്കുലാർ ബണ്ടിലിനോട് അസോസിയേറ്റഡ് ആയിട്ടായിരിക്കും കാണാൻ കഴിയുക. അതുകൊണ്ട് തന്നെ നമുക്ക് ക്യാമ്പിയം ആൻഡ് വാസ്കുലാർ ക്യാമ്പിയം എന്ന് രണ്ട് തരത്തിലുള്ള ലാറ്ററൽ മെരിസ്റ്റം, കോർ ക്യാമ്പിയം ആൻഡ് വാസ്കുലാർ ക്യാമ്പിയം എന്ന് രണ്ട് തരത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഈ വാസ്കുലാർ ക്യാമ്പിയം തന്നെ നമുക്ക് സൈലം ഫ്ലോയം ആ ഒരു ലെവലിലാണ് കാണാൻ കഴിയുക. ഞാൻ കാണിച്ചു തരാം. ഇത് നോക്കിക്കേ, ഇതൊരു ഡൈക്കോട്ടിലിഡിന് സ്റ്റെമ്മിൻ്റെയും അല്ലെങ്കിൽ റൂട്ടിൻ്റെയൊക്കെയാണ് വണ്ണം കൂടുക അല്ലേ. അപ്പോൾ നോക്കിയേ, ഇതാണ് അതിൻ്റെ സൈലം, ഇതാണ് അതിൻ്റെ ഫ്ലോയം. ഈ സൈലത്തിൻ്റെയും ഫ്ലോയത്തിൻ്റെയും ഇടയ്ക്ക് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് കാണുന്ന ഈ റീജിയനെ നമ്മൾ ഇൻട്രാഫെസിക്കുലാർ ക്യാമ്പിയം എന്ന് പറയും. അതേപോലെ ഇത് ഈ രണ്ട് സൈലം ഫ്ലോയം ബണ്ടിലിൻ്റെ ഇടയ്ക്ക്, ഇതൊരു സൈലം ഫ്ലോയം ബണ്ടിലാണ്, ഇതൊരു സൈലം ഫ്ലോയം ബണ്ടിലാണ്, അതിൻ്റെ ഇടയിൽ കാണുന്ന മെരിസ്റ്റത്തിന് നമ്മൾ ഇൻ്റർഫെസിക്കുലാർ ക്യാമ്പിയം എന്ന് പറയും. അതായത് രണ്ട് വാസ്കുലാർ ബണ്ടിൽസിൻ്റെ ഇടയ്ക്ക് കാണുന്നതിന് ഇൻ്റർഫെസിക്കുലാർ ക്യാമ്പിയം എന്നും ഒരു വാസ്കുലാർ ബണ്ടിലിന് ഇൻ ബിറ്റ്വീൻ കാണുന്നതിന് നമ്മൾ ഇൻട്രാഫെസിക്കുലാർ ക്യാമ്പിയം എന്ന് പറയും. സാധാരണ സ്റ്റെമ്മിൻ്റെ കേസിലൊക്കെ സൈലോം ഫ്ലോയോ ഉണ്ടാവുന്ന സമയത്ത് ആ സൈലത്തിൻ്റെയും ഫ്ലോയത്തിൻ്റെ ഇടയ്ക്കുള്ള ഇൻട്രാഫെസിക്കുലാർ ക്യാമ്പിയം, ഈ സാധനം ഉണ്ടല്ലോ, ഈ ഇൻട്രാഫെസിക്കുലാർ ക്യാമ്പിയം ആ പ്ലാന്റ് ഉണ്ടാവുമ്പോൾ തന്നെ അതിനകത്ത് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അത് പ്രൈമറി ഇൻ ഒറിജിനാണ്. അപ്പോൾ എല്ലാ ലാറ്ററൽ മെരിസ്റ്റവും എന്തല്ല, സെക്കൻഡറി മെരിസ്റ്റം അല്ല എന്നർത്ഥം. അതായത് വാസ്കുലാർ ക്യാമ്പിയം വിച്ച് ഈസ് present in between the xylem and phloem in dicot stem. Dicot stemമിൻ്റെ കേസിൽ സൈലത്തിൻ്റെയും ഫ്ലോയത്തിൻ്റെ ഇടയ്ക്ക് കാണുന്ന ഇൻട്രാഫെസിക്കുലാർ ക്യാമ്പിയം പ്രൈമറി ഇൻ ഒറിജിൻ ആണ്, ഇൻ്റർഫെസിക്കുലാർ ക്യാമ്പിയം സെക്കൻഡറി ഒറിജിൻ ആണ്. അപ്പോൾ ലാറ്ററൽ മെരിസ്റ്റം intrafascicular cambium in dicot stem is primary, interfascicular cambium in dicot stem is secondary. ഇതൊരിക്കൽ ചോദിച്ച ക്വസ്റ്റൻ ആണ് കേട്ടോ. അതേപോലെ കോർ ക്യാമ്പിയം ഈസ് ഓൾവേസ് സെക്കൻഡറി, കോർ ക്യാമ്പിയം എപ്പോഴും സെക്കൻഡറി ആണ്. അതേപോലെ നമുക്ക് ഡൈക്കോട്സിൻ്റെ കേസിലാണ് സെക്കൻഡറി ഗ്രോത്ത് നടക്കുള്ളൂ. ഡൈക്കോട്സിൻ്റെ കേസിൽ സെക്കൻഡറി ഗ്രോത്ത് നടക്കുമ്പോൾ ഡൈക്കോട്ട് റൂട്ടും ഡൈക്കോട്ട് സ്റ്റെമ്മും ഒക്കെയാണ് വളർന്നു വരിക അല്ലേ. എഗെയിൻ ഗ്രോത്ത് ഉണ്ടാകുന്ന ഡൈക്കോട്ട് റൂട്ടിലും ഡൈക്കോട്ട് സ്റ്റെമ്മിലും ഒക്കെ. അതുകൊണ്ട് തന്നെ നമ്മൾ ഡൈക്കോട്ട് റൂട്ടിൻ്റെ കേസിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറയുന്ന കോർ ക്യാമ്പിയവും കാണാൻ പറ്റും, അതുപോലെ തന്നെ വാസ്കുലാർ ക്യാമ്പിയവും കാണാൻ പറ്റും. വാസ്കുലാർ ക്യാമ്പിയം ഇൻട്രാഫെസിക്കുലാർ ക്യാമ്പിയം ഉണ്ട്, ഇന്റർഫെസിക്കുലാർ ക്യാമ്പിയം ഉണ്ട് റൂട്ടിൻ്റെ കേസിൽ. പക്ഷേ റൂട്ടിൻ്റെ കേസിൽ ഇൻട്രാ ആൻഡ് ഇന്റർഫെസിക്കുലാർ ക്യാമ്പിയം രണ്ടും സെക്കൻഡറി ഇൻ ഒറിജിൻ ആണ് കേട്ടോ. ഇൻട്രാ ആൻഡ് ഇന്റർഫെസിക്കുലാർ ക്യാമ്പിയം ഇൻ റൂട്ട് ഡൈക്കോട്ട് റൂട്ട് ഇറ്റ് ഈസ് ബോത്ത് ആർ സെക്കൻഡറി ഇൻ ഒറിജിൻ. ഇത് മനസ്സിൽ വെച്ചോളണം, ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്, ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ് കേട്ടോ. Now നമ്മൾ സെക്കൻഡറി ലാറ്ററൽ മെരിസ്റ്റം അത് തിക്നെസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് എന്താണ് ഒരു മെരിസ്റ്റമാറ്റിക് ടിഷ്യൂവിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഹിയർ അതിൻ്റെ സെൽ വോൾ വന്നിട്ട് തിന്നായിരിക്കും. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂവിൻ്റെ സെൽ വോൾ തിന്നായിരിക്കും. പ്രൈമറി സെൽ വോൾ മാത്രമേ അവർക്ക് ഉണ്ടാവുള്ളൂ, സെക്കൻഡറി സെൽ വോൾ എപ്പോഴും ആബ്സെൻ്റ് ആയിരിക്കും. അവരെ പ്രോട്ടോപ്ലാസം വന്നിട്ട് ഡെൻസ് പ്രോട്ടോപ്ലാസം ആയിരിക്കും. ഫുഡ് റിസർവ് ഒന്നും അവർക്ക് ഉണ്ടാവില്ല. വാക്യൂൾ ഹൈലി റെഡ്യൂസ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ ആബ്സെൻ്റ് ആയിരിക്കും. അവർക്ക് വലിയ വാക്യൂളൊന്നും ഉണ്ടാവില്ല. മെറ്റാബോളിക്കലി കൂടുതൽ ആക്റ്റീവ് ആയിരിക്കും, മോർ ആക്റ്റീവ് ദ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ. അതേപോലെ ന്യൂക്ലിയസ് വലുതായിരിക്കും. അതുപോലെ പ്ലാസ്മോഡെസ്മേറ്റൽ കണക്ഷൻ, അവർക്ക് അബൻഡൻറ്റ് പ്ലാസ്മോഡെസ്മേറ്റൽ കണക്ഷൻസ് ഉണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ പുതിയതായിട്ട് ഉണ്ടായി പോകുന്ന സെൽസൊക്കെ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്നാണ്. അവർ തമ്മിലൊരു കണക്ഷൻ എപ്പോഴും സെൽ ഡിവിഷൻ നടക്കുമ്പോൾ ഉണ്ടാവും. പിന്നെ പ്ലാസ്റ്റിഡ്സ് പൊതുവേ ആബ്സെൻ്റ് ആണ്. ഉണ്ടെങ്കിൽ തന്നെ അവർ പ്രോപ്ലാസ്റ്റിഡ് ഫോമിലായിരിക്കും കാണുക. എന്താ പ്രോപ്ലാസ്റ്റിഡ് എന്ന് വെച്ചാൽ എ പ്രിക്കോഴ്സർ ഓഫ് പ്ലാസ്റ്റിഡ് മോളിക്യൂൾ, പ്ലാസ്റ്റിഡ് ആയി ഡെവലപ്പ് ചെയ്യാനുള്ള മോളിക്യൂൾ അല്ലെങ്കിൽ സെൽ ഓർഗനലായിരിക്കും അതിൻ്റെ ഉള്ളിൽ കാണുക.
അതുപോലെ ഇൻട്രാസെല്ലുലാർ സ്പേസ് ഉണ്ടാവില്ല. അതേപോലെ ഡെഡ് ആയിട്ടുള്ള ഒരു പാർട്ടിക്കിളും അതിനകത്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ എർഗോട്ടിക് സബ്സ്റ്റൻസസ് ആബ്സെൻ്റ് ആയിരിക്കും. ഇതാണ് മെറിസ്റ്റമാറ്റിക് ടിഷ്യൂവിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് വന്നിട്ട് കേട്ടോ. മെറിസ്റ്റമാറ്റിക് ടിഷ്യൂവിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മൾ നോക്കിയാൽ എഗെയിൻ ദ നെക്സ്റ്റ് ടിഷ്യൂ ടൈപ്പ് ഓഫ് ടിഷ്യൂ വിച്ച് ഈസ് പ്രസൻറ്റ് ഇൻ പ്ലാന്റ്സ് ഈസ് പെർമനൻറ്റ് ടിഷ്യൂ. പെർമനൻറ്റ് ടിഷ്യൂസ് അവരുടെ മെറിസ്റ്റമാറ്റിക് കപ്പാസിറ്റി ലോസ് ആയതാണ്. അവർക്ക് മെറിസ്റ്റമാറ്റിക് കപ്പാസിറ്റി ഉണ്ടാവില്ല. മെറിസ്റ്റമാറ്റിക് ടിഷ്യൂവിന് ഡിഫറൻഷിയേഷൻ നടന്നിട്ടാണ് പെർമനൻറ്റ് ടിഷ്യൂ ഉണ്ടാവുക. അപ്പോൾ പെർമനൻറ്റ് ടിഷ്യൂവിൻ്റെ ഒരു എന്താ പറയുക, കുറേ സെൽസ് കൂടിയിട്ട് ഒരു കോമൺ ഫംഗ്ഷനും, അത് സാധാരണ പോലെ നമ്മൾ ടിഷ്യൂ പറയുന്ന പോലെ തന്നെ ഒരു കോമൺ ഫംഗ്ഷനും കോമൺ ഒറിജിനും ഉള്ള ഒരു ടിഷ്യൂ തന്നെയാണ്, ഒരു കൂട്ടം സെൽസിനെയാണ് നമ്മൾ ടിഷ്യൂ എന്ന് പറയുക. അതുപോലെ തന്നെയാണ് പെർമനൻറ്റ് ടിഷ്യൂ എന്ന് പറയുന്നത്. പെർമനൻറ്റ് ടിഷ്യൂ നമുക്ക് രണ്ട് തരത്തിൽ കാണാം. ഒന്ന് സിമ്പിൾ പെർമനൻറ്റ് ടിഷ്യൂ, ഒന്ന് കോംപ്ലക്സ് പെർമനൻറ്റ് ടിഷ്യൂ ആണ്. സിമ്പിൾ പെർമനൻറ്റ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ ഒരേ തരത്തിലുള്ള സെൽസ് കൊണ്ട് മാത്രം ഉണ്ടാക്കിയിട്ടുള്ളതിനെയാണ് നമ്മൾ സിമ്പിൾ പെർമനൻറ്റ് ടിഷ്യൂ എന്ന് പറയുന്നത്. കോംപ്ലക്സ് പെർമനൻറ്റ് ടിഷ്യൂ എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ ടൈപ്പ് സെൽസ് കൊണ്ട് ഒരു ടിഷ്യൂ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ കോംപ്ലക്സ് പെർമനൻറ്റ് ടിഷ്യൂ എന്ന് പറയാം. ഓക്കെ, സോ ഹിയർ സിമ്പിൾ പെർമനൻറ്റ് ടിഷ്യൂസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ, ഈ മൂന്നെണ്ണമാണ് സിമ്പിൾ പെർമനൻറ്റ് ടിഷ്യൂ ആയിട്ടുള്ളത്. അതിനകത്ത് പാരൻകൈമയും കോളൻകൈമയും ലിവിങ് ടിഷ്യൂ ആണ്. സ്ക്ലീറൻകൈമ വന്നിട്ട് ഡെഡ് ടിഷ്യൂ ആണ് കേട്ടോ. See here, parenchyma that form the major component within organs. ഓർഗൻസിലെ മേജർ കമ്പോണൻ്റ് എന്ന് പറയുന്നത് പാരൻകൈമയാണ്. അതുപോലെ അവരുടെ സെൽസ് വന്നിട്ട് ഐസോ ഡയമെട്രിക് ആയിരിക്കും. അവർക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഷേപ്സ് ഉണ്ടാവും. ലൈക്ക് സ്പെറിക്കൽ ഷേപ്പുള്ള പാരൻകൈമ ഉണ്ടാവും, ഓവൽ ഷേപ്പുള്ള പാരൻകൈമ ഉണ്ടാവും, റൗണ്ട് ഷേപ്പുള്ള പാരൻകൈമ ഉണ്ടാവും, പോളിഗണൽ ഷേപ്പുള്ള പാരൻകൈമ അല്ലെങ്കിൽ എലോങ്ങേറ്റഡ് ഷേപ്പുള്ള പാരൻകൈമ, ഇങ്ങനെ പല ഷേപ്പിലുള്ള പാരൻകൈമ ഉണ്ടാവും. അവരുടെ സെൽ വോൾ വന്നിട്ട് തിന്നായിരിക്കും, സെല്ലുലോസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് അവരുടെ സെൽ വോള്. ചിലപ്പോൾ അത് ക്ലോസ്ലി പാക്ഡ് ആയിരിക്കും. ഇന്റർസെല്ലുലാർ സ്പേസ് ഉണ്ടെങ്കിൽ തന്നെ വളരെ ചെറിയ ഇന്റർസെല്ലുലാർ സ്പേസേ ഉണ്ടാവുള്ളൂ. പാരൻകൈമയ്ക്ക് പല ഫങ്ഷൻസ് ഉണ്ട്. ചിലപ്പോൾ അത് ഫോട്ടോസിന്തസിസ് ചെയ്യാം. ഫോട്ടോസിന്തസിസ് ചെയ്യുന്ന പാരൻകൈമേനെ നമ്മൾ ക്ലോറൻകൈമ എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ചിലപ്പോൾ സ്റ്റോറേജ് ആയിരിക്കും അതിൻ്റെ ഫംഗ്ഷൻ, ചിലപ്പോൾ സെക്രീഷൻസ് ആയിരിക്കാം അതിൻ്റെ ഫംഗ്ഷൻ. ഓക്കെ, സോ പാരൻകൈമ ചില പെരിസൈക്കിൾ, റൂട്ടിൻ്റെ പെരിസൈക്കിളിലൊക്കെ കാണുന്ന, റൂട്ടിൻ്റെ പെരിസൈക്കിളിൽ റൂട്ടിന് സ്ട്രെങ്ത് കൊടുക്കുന്ന പാരൻകൈമയ്ക്ക് നമ്മൾ പ്രോസൻകൈമ എന്നാണ് പറയാം. അതുപോലെ അക്വാറ്റിക് പ്ലാന്റ്സിലെ കോർട്ടെക്സിൽ കാണുന്ന പാരൻകൈമയ്ക്ക് നമ്മൾ എയറൻകൈമ എന്ന് പറയാം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കുറേ എയർ വാക്യൂൾസ് ഉണ്ടാവും കേട്ടോ. അതുപോലെ ലീഫ് ബേസ് ഓഫ് ബനാനയുടെ ലീഫ് ബേസിൽ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ട് കാണുന്ന പാരൻകൈമയ്ക്ക് സ്റ്റെല്ലേറ്റ് പാരൻകൈമ എന്നാണ് പറയാം. അതുപോലെ പാരൻകൈമ മീസോഫിൽ സെൽസ് ഓഫ് ലീവ്സിൻ്റെ മീസോഫിൽ സെൽസിലാണ് ഫോട്ടോസിന്തസിസ് നടക്കുന്നത് അല്ലേ. അപ്പം ആ മീസോഫിൽ സെൽസ് ഓഫ് ലീവ്സ് ഒരുതരം ക്ലോറൻകൈമ സെൽസ് ആണ്. അതേപോലെ സക്കുലൻ പ്ലാന്റ്സിനകത്ത് മ്യൂസിലേജിനസ് പാരൻകൈമയാണ് നമുക്ക് സാധാരണ കാണാൻ കിട്ടുക. പാരൻകൈമ ഞാൻ പറഞ്ഞു അത് ലിവിങ് ടിഷ്യൂ ആണ്. അതാണ് ഫസ്റ്റ് ഡിഫറൻഷിയേറ്റഡ് ടിഷ്യൂ എന്ന് പറയുന്നത്. പാരൻകൈമേനെയാണ് നമ്മൾ യൂണിവേഴ്സൽ ടിഷ്യൂ എന്ന് പറയുന്നത്. ഇതൊരിക്കൽ ചോദിച്ച ക്വസ്റ്റൻ ആണ്. പാരൻകൈമേനെയാണ് നമ്മൾ യൂണിവേഴ്സൽ ടിഷ്യൂ എന്ന് പറയുന്നത്. അതുപോലെ പൾപ്പ് ഓഫ് ഫ്രൂട്ട് ഈസ് മെയിൻലി കമ്പോസ്ഡ് ഓഫ് പാരൻകൈമ. പാരൻകൈമയും കൊണ്ടാണ് ഫ്രൂട്ടിൻ്റെ പൾപ്പിൽ സാധാരണ കാണുന്നത് പാരൻകൈമയാണ്. അതുപോലെ വേസ്റ്റ് മെറ്റീരിയൽ എന്തെങ്കിലും പാരൻകൈമയിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് സ്പെഷ്യലായിട്ട് നമ്മൾ പറയുന്ന പേരാണ് ഇഡിയോബ്ലാസ്റ്റ്. ചിലപ്പോൾ അതിനകത്ത് ഓയിലോ ടാനിനോ അല്ലെങ്കിൽ ചില ക്രിസ്റ്റൽസ് ഒക്കെ ആയിരിക്കും അതിനകത്ത് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളത്. അതിന് നമ്മൾ പറയുന്ന പേരാണ് ഇഡിയോബ്ലാസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയും മതി പാരൻകൈമ ടിഷ്യൂനെ പറ്റിയിട്ട്. നെക്സ്റ്റ് വൺ കോളൻകൈമ. കോളൻകൈമ എന്ന് പറയുന്നത് എപ്പിഡെർമിസിൻ്റെ താഴെ ഡൈക്കോട്ടിലിഡിനസ് പ്ലാന്റ്സിൽ ഹൈപ്പോഡെർമിസ് എന്ന് പറയുന്ന ഒരു റീജിയൻ ഉണ്ട്. അവിടെ അത് ആ ഹൈപ്പോഡെർമിസ് ഉണ്ടാക്കിയിട്ടുള്ളത് ഈ പറയുന്ന കോളൻകൈമ ടിഷ്യൂ കൊണ്ടാണ്. കോളൻകൈമ ടിഷ്യൂവിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവരുടെ സെല്ല് വന്നിട്ട് കോർണറിൽ തിക്കനിങ് ഉള്ളതായിരിക്കും. ആ കോർണർ തിക്കനിങ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സെല്ലുലോസും ഹെമി സെല്ലുലോസും പെക്റ്റിൻ്റെയും ഡെപ്പോസിറ്റ് കൊണ്ടാണ്. അതിൻ്റെ അകത്ത് ഹെമി സെല്ലുലോസും സെല്ലുലോസും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ വന്നിട്ട് ഹൈഡ്രോഫിലിക് മോളിക്യൂളാണ്. അപ്പോൾ ഈ ഹെമി സെല്ലുലോസും പെക്റ്റിനും ഒക്കെ വന്നിട്ട് ഹൈഡ്രോഫിലിക് മോളിക്യൂളാണ്. ഹൈഡ്രോഫിലിക് മോളിക്യൂൾ ആയതുകൊണ്ട് തന്നെ അതിന് വാട്ടർ അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റിയും ഫ്ലെക്സിബിലിറ്റിയും ഒക്കെ കൂടുതൽ കാണും. അതും പലതരത്തിൽ കാണുന്നുണ്ട്. ഓവൽ ഷേപ്പിൽ കാണാം,
സ്പെറിക്കൽ ഷേപ്പിൽ കാണാം, പോളിഗണൽ ഷേപ്പിൽ കാണാം. അതുപോലെ തന്നെ ചിലപ്പോൾ ക്ലോറോപ്ലാസ്റ്റ് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടാകും. ക്ലോറോപ്ലാസ്റ്റ് കണ്ടെയ്ൻ ചെയ്യുന്ന ഈ കോളൻ കൈമ ടിഷ്യൂ ഇത് ഫ്ലെക്സിബിലിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല, ഇറ്റ് വിൽ ഹെൽപ്പ് ഇൻ ഫോട്ടോസിന്തസിസ് ഓൾസോ. ഇന്റർസെല്ലുലാർ സ്പേസ് കംപ്ലീറ്റ്ലി ആബ്സെൻ്റ് ആണ് ഇതിൻ്റെ കേസിൽ. മെക്കാനിക്കൽ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ മേജർ ഫങ്ഷൻ എന്ന് പറഞ്ഞിട്ട്. അത് യങ് സ്റ്റെമ്മിലും പീറ്റിയോൾ ഓഫ് ലീഫിൻ്റെ പീറ്റിയോളിലും യങ് സ്റ്റെമ്മിലും ഒക്കെയാണ് സാധാരണ ഈ പറയുന്ന കോളൻ കൈമ ടിഷ്യൂ കാണുന്നത്. അതേപോലെ കോളൻ കൈമ ടിഷ്യൂ കാണുന്നത് ഹൈപ്പോഡെർമിസ് ഓഫ് ഡൈക്കോട്ടിലും നമുക്ക് ഡൈക്കോട്ട് സ്റ്റെമ്മിലും നമുക്ക് ഈ കോളൻ കൈമ ടിഷ്യൂ കാണാൻ പറ്റും. കോളൻ കൈമ ടിഷ്യൂ യൂണിവേഴ്സൽ ഒന്നും അല്ല കേട്ടോ. എല്ലാ തരത്തിലുള്ള പ്ലാന്റ്സിലും കോളൻ കൈമ ടിഷ്യൂ ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധമില്ല. കോളൻ കൈമ ടിഷ്യൂ പറയുമ്പോൾ ഓർത്തിരുന്നോളാം, അതിൻ്റെ കോർണർ തിക്കനിങ് ഡ്യൂ ടു ഡെപ്പോസിറ്റ് ഓഫ് സെല്ലുലോസ്, ഹെമിസെല്ലുലോസ് ആൻഡ് പെക്റ്റിൻ. ഈ സെല്ലുലോസിൻ്റെയും ഹെമിസെല്ലുലോസിൻ്റെയും പെക്റ്റിൻ്റെയും ഹൈഡ്രോഫിലിക് നേച്ചർ കൊണ്ടാണ് അവർക്ക് ഫ്ലെക്സിബിലിറ്റി ഉള്ളത്. ഇപ്പം കാറ്റത്തൊക്കെ ഇല ആട് അല്ലെങ്കിൽ ഒരു യങ് ആയിട്ടുള്ള ഒരു സ്റ്റെം ആടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുറിഞ്ഞു പോവാതിരിക്കാനുള്ള കാരണം എന്താണ്? ഈ പറയുന്ന കോളൻ കൈമ ടിഷ്യൂ ആണ്. കോളൻ കൈമ ടിഷ്യൂ ഫോട്ടോസിന്തസിസിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അങ്ങനത്തെ ഇതിനകത്ത് ക്ലോറോപ്ലാസ്റ്റ് ഉണ്ടാവും. അതും ഒരു ലിവിങ് ടിഷ്യൂ ആണ്, പക്ഷെ അതൊരു യൂണിവേഴ്സൽ ടിഷ്യൂ അല്ല. ഇനി നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ടിഷ്യൂ എന്ന് പറയുന്നത് സ്ക്ലീറൻ കൈമയാണ് കേട്ടോ. സ്ക്ലീറൻ കൈമ ടിഷ്യൂ എപ്പോഴും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെഡ് ടിഷ്യൂ ആയിരിക്കും. അവർക്ക് സെൽ വോൾ ഭയങ്കര തിക്കായിരിക്കും. അവരുടെ ല്യൂമൻ വന്നിട്ട് നാരോ ല്യൂമൻ ആയിരിക്കും. അതായത് അതിൻ്റെ പ്രോട്ടോപ്ലാസം വളരെ കുറവായിരിക്കും, അല്ലെങ്കിൽ ഉണ്ടാവുകയില്ല. അത് ലിഗ്നിഫൈഡ് സെൽ വോളാണ്. അതുപോലെ കുറേ പിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലിഗ്നിൻ ഡെപ്പോസിറ്റ് വരുന്ന അവിടെ ചെറിയ ചെറിയ പിറ്റ്, അതായത് ചെറിയ ചെറിയ ഡിപ്രഷൻസ് കാണാൻ പറ്റും. അങ്ങനത്തെ സ്ട്രക്ചറൊക്കെ കാണുന്നത് നമ്മൾ ഈ സ്ക്ലീറൻ കൈമ ടിഷ്യൂലാണ്. ഡെഡ് ടിഷ്യൂ ആണത്. അതുപോലെ അവരുടെ ഫോമും സ്ട്രക്ചറും ഒറിജിനും ഡെവലപ്മെൻറ്റും ഒക്കെ അനുസരിച്ച് രണ്ട് തരത്തിലുള്ള സ്ക്ലീറൻ കൈമ ടിഷ്യൂ ഉണ്ട്. ദറ്റ് ഈസ് ഫൈബർ ആൻഡ് സ്ക്ലീറിഡ്സ്. ഫൈബർ എന്ന് പറയുന്ന തിക്ക് വോൾഡ് എലോങ്ങേറ്റഡ് പോയിന്റഡ് സെൽസ് ആണ്. ജനറലി ഒക്കറിങ് ഇൻ ഗ്രൂപ്പ്സ് ഇൻ വേരിയസ് പാർട്സ് ഓഫ് ദ പ്ലാന്റ്. ഗ്രൂപ്പായിട്ട് പ്ലാന്റിൻ്റെ പല റീജിയനിലും കാണുന്നതാണ് ഈ പറയുന്ന ഫൈബേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ സർഫസ് ഫൈബർ കാണാം, സൈലറി ഫൈബർ അല്ലെങ്കിൽ ഇൻട്രാ സൈലറി ഫൈബർ അല്ലെങ്കിൽ വുഡ് ഫൈബർ എന്ന് പറഞ്ഞിട്ട് കാണാം. സൈലം റീജിയനിൽ എക്സ്ട്രാ സൈലറി ഫൈബേഴ്സ് കാണാം. സർഫസ് ഫൈബർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പാർട്ട്, പ്ലാന്റിൻ്റെ ഏതെങ്കിലും ഒരു പാർട്ടിൻ്റെ സർഫസിൽ കാണുന്ന ഫൈബറിനെയാണ് സർഫസ് ഫൈബർ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ കോട്ടൺ ചെടി ഉണ്ടല്ലോ, ഈ കോട്ടൻ്റെയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന പഞ്ഞിയില്ലേ, ആ പഞ്ഞിയൊക്കെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോട്ടൺ സീഡിൻ്റെ പുറത്ത് ടെസ്റ്റാ ലെയർ ഫൈബറായിട്ട് ഡെവലപ്പ് ചെയ്തേക്കുന്നതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ സീഡ് കോട്ടാണത്. അതുകൊണ്ടാണ് അതിന് സർഫസ് ഫൈബർ എന്ന് പറയുക. അതുപോലെ ചകിരി ഉണ്ടല്ലോ, തേങ്ങയുടെ ചകിരി നമ്മൾ ആ കയറുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മീസോകാർപ്പ്, ആ ഭാഗവും ഈ പറയുന്ന സർഫസ് ഫൈബറിന് എക്സാമ്പിളാണ് കേട്ടോ. അതുപോലെ സൈലറി ഫൈബർ എന്ന് പറയുന്ന സൈലത്തോട് അസോസിയേറ്റ് ആയിട്ട് കാണുന്ന ഫൈബറിനെ, സൈലം ഫൈബറിനെയാണ് സൈലറി ഫൈബർ എന്ന് പറയുന്നത്. ആ സൈലം ഫൈബർ ഉള്ളത് കൊണ്ട് തന്നെയാണ് ആൻജിയോസ്പേം കുറച്ച് തിക്കായിട്ട് നിൽക്കുന്നത്. അപ്പോൾ സൈലം ഫൈബേഴ്സ് ഹാർഡാണ്, ഫ്ലെക്സിബിൾ അല്ല. ഓക്കെ. അതുപോലെ നമുക്ക് എക്സ്ട്രാ സൈലറി ഫൈബേഴ്സ് എന്ന് പറഞ്ഞ് നമ്മൾ കാണുന്നത് ബാസ്റ്റ് അല്ലെങ്കിൽ ഫ്ലോയം ഫൈബേഴ്സിനെയാണ്. ഫ്ലോയത്തിനോട് അസോസിയേറ്റ് ചെയ്ത് കാണുന്ന ഫൈബേഴ്സിനെയാണ് ഫ്ലോയം ഫൈബേഴ്സ് എന്ന് പറയുന്നത്. സാധാരണ കൊമേഴ്ഷ്യലി നമ്മൾ യൂസ് ചെയ്യുന്ന ഫൈബേഴ്സ് എക്സ്ട്രാ സൈലറി ഫൈബേഴ്സ് ആണ് കേട്ടോ. അതായത് ഫ്ലോയത്തിൽ നിന്നും പെരിസൈക്കിളിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്യുന്ന ഫൈബേഴ്സിനെയാണ് നമ്മൾ കൊമേഴ്ഷ്യലി യൂസ്ഡ് ഫൈബേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ലോങ്ങസ്റ്റ് കൊമേഴ്ഷ്യൽ ഫൈബർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജൂട്ടാണ്. ജൂട്ട് ഇറ്റ് ഈസ് എ ഫ്ലോയം ഫൈബർ. ഫ്ലോയം ഫൈബറാണ് ജൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ. അതേപോലെ ഈ സ്ക്ലീറീഡ്സ് ഒക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്പെറിക്കലാണ്, അല്ലെങ്കിൽ ഓവൽ ഷേപ്പ് ആയിരിക്കും, ചിലപ്പോൾ സിലിണ്ടറിക്കൽ ആവാം. ഹൈലി തിക്കൻ ഡെഡ് സെൽസ് വിത്ത് എ നാരോ ലൂമൻ. കണ്ട ലൂമനൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ചെറുതാണ്, പക്ഷെ ഇവർക്ക് തിക്ക് സെൽവോളും അതുപോലെ തന്നെ പിറ്റ്സ് ഒക്കെ ഇവരുടെ സർഫസിൽ കാണാൻ പറ്റും ഡ്യൂ ടു ദ ഡെപ്പോസിറ്റ് ഓഫ് ലിഗ്നിൻ. അതേപോലെ these are commonly found in the fruit walls of nuts. അതായത് സാധാരണ ഫ്രൂട്ടിൻ്റെ വാളിൽ നട്ട്സിൽ ഫ്രൂട്ട് വാൾ ഓഫ് നട്ടിൻ്റെയൊക്കെ ഫ്രൂട്ട് വാളിൽ, അല്ലെങ്കിൽ ഗോവ എന്ന് പറയുന്ന നമ്മുടെ പേരയ്ക്ക ഉണ്ടല്ലോ, പേരയ്ക്കയിലൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ ഒരു ഗ്രിറ്റിനെസ് പോലെ ഒരു തരിതരി പോലെ ഇരിക്കുന്ന കാണാറില്ലേ, അതൊക്കെ ഈ സ്ക്ലീറീഡ്സ് ആണ് കേട്ടോ. പിയർ ആൻഡ് സപ്പോട്ട, നമ്മൾ പിയറും സപ്പോട്ടയൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ആ സെയിം ഗ്രിറ്റിനെസ് ഫീൽ ചെയ്യാറുണ്ട്. അതും ഈ പറയുന്ന സ്ക്ലീറീഡ്സ് കൊണ്ടാണ്. സീഡ് കോട്ട് ഓഫ് ലെഗ്യൂമിൻ്റെ സീഡ് കോട്ടിൽ ഉണ്ടാവാറുണ്ട്. ലീവ്
ലീവ്സ് ഓഫ് ടീ അതും കാണാറുണ്ട്. അതുപോലെ സാധാരണ സ്ക്ലീറൻ കൈമ ടിഷ്യൂ പ്രൊവൈഡ് ദ മെക്കാനിക്കൽ സപ്പോർട്ട് കൊടുക്കുന്നതാണ് സ്ക്ലീറൻ കൈമ ടിഷ്യൂ. അതേപോലെ മോണോകോട്ടിലിഡിന്റെ സ്റ്റെമ്മിന്റെ ഹൈപ്പോഡെർമിസ് റീജിയൻ ഉണ്ടാക്കിയിട്ടുള്ളത് സ്ക്ലീറൻ കൈമ ടിഷ്യൂ ആണ് കേട്ടോ. അപ്പോൾ ഈ സ്ക്ലീറീഡ്സ് അല്ലെങ്കിൽ പൾപ്പ് ഓഫ് ഫ്രൂട്ട് ലൈക്ക് ഗുവാവ, പിയർ ആൻഡ് സപ്പോർട്ട കണ്ടെയ്ൻ വിച്ച് ടൈപ്പ് ഓഫ് ടിഷ്യൂ എന്ന് ചോദിച്ചിട്ട് സ്ക്ലീറീഡ്സ് ഫൈബേഴ്സ് ഒക്കെ കൊടുക്കാറുണ്ട്. ഓർത്തിരുന്നോളണം, അത് സ്ക്ലീറീഡ്സ് ആണ് കേട്ടോ. കോംപ്ലക്സ് പെർമനന്റ് ടിഷ്യൂവിന് നമ്മൾ പറയുന്ന വേറൊരു പേരാണ് ഹെട്രോജീനസ് ടിഷ്യൂ. ഓക്കെ, ഈ കോംപ്ലക്സ് പെർമനന്റ് ടിഷ്യൂ സാധാരണ ഗ്യാമീറ്റോഫൈറ്റിൽ കാണാറില്ല. ഏതാ ഗ്യാമീറ്റോഫൈറ്റ് എന്ന് പറയുന്നത്? ആൽഗെ ഗ്യാമീറ്റോഫൈറ്റ് ആണ്, ബ്രയോഫൈറ്റ് ഗ്യാമീറ്റോഫൈറ്റ് ആണ്, ടെറിഡോഫൈറ്റിന്റെ പ്രോതാലസ് ഗ്യാമീറ്റോഫൈറ്റ് ആണ്. ജിംനോസ്പേമിന്റെ കേസിലാണെങ്കിൽ അതിന്റെ പോളൻ ഗ്രെയിൻ ഗ്യാമീറ്റോഫൈറ്റ് ആണ്. അതേപോലെ തന്നെ അതിന്റെ ആർക്കിഗോണിയ വന്നിട്ട് ഗ്യാമീറ്റോഫൈറ്റ് ആണ്. ആൻജിയോസ്പേമിന്റെ കേസിലാണെങ്കിൽ പോളൻ ഗ്രെയിൻ ആൻഡ് എംബ്രിയോസാക്ക്, ഇത് രണ്ടുമാണ് ഗ്യാമീറ്റോഫൈറ്റ്. അപ്പോൾ ഇവർക്കൊന്നും കണ്ടക്ടിങ് ടിഷ്യൂ അല്ലെങ്കിൽ കോംപ്ലക്സ് പെർമനന്റ് ടിഷ്യൂസ് ആയിട്ടുള്ള ഹെട്രോജീനസ് ടിഷ്യൂസ് സൈലം ഫ്ലോയോ ഒന്നും അവർക്ക് അവരുടെ പ്ലാൻ പാർട്ടിൽ ഇല്ല. ഓക്കെ, സോ കോംപ്ലക്സ് ടിഷ്യൂ എന്ന് പറയുന്നത് തന്നെ ഒന്നിൽ കൂടുതൽ ടൈപ്പ് സെൽസ് ഒരു ടിഷ്യൂവിൽ കാണുന്നതിനെയാണ് കോംപ്ലക്സ് ടിഷ്യൂ എന്ന് പറയുന്നത്. സാധാരണ കോംപ്ലക്സ് ടിഷ്യൂസ് സൈലം ആൻഡ് ഫ്ലോയം ആണ്. പ്ലാന്റ്സിലുള്ള കോംപ്ലക്സ് ടിഷ്യൂ ഇറ്റ് ഈസ് സൈലം ആൻഡ് ഫ്ലോയം. സൈലത്തിന് പറയുന്ന വേറൊരു പേരാണ് വുഡ്. ഓക്കെ, ഈ സൈലം എന്തിനു വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഹെൽപ്പിംഗ് ഇൻ കണ്ടക്ഷൻ ഓഫ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം റൂട്ട് ടു ദ സ്റ്റെം ആൻഡ് ലീവ്സ്. റൂട്ടിൽ നിന്ന് സ്റ്റെമ്മിലേക്കും ലീഫിലേക്കും വാട്ടറിനെയും മിനറൽസിനെയും യൂണി ഡയറക്ഷണൽ ഫ്ലോ വഴി എത്തിക്കുന്ന ടിഷ്യൂ ആണ് ഈ പറയുന്ന സൈലം. അതേപോലെ തന്നെ ഈ സൈലം ഇറ്റ് ഗിവ്സ് മെക്കാനിക്കൽ സപ്പോർട്ട് ടു ദ പ്ലാന്റ് പാർട്സിന് സ്ട്രെങ്ത് കൊടുക്കുന്നതും സൈലം തന്നെയാണ്. ഇത് ഉണ്ടാക്കിയിട്ടുള്ള 4 തരത്തിലുള്ള സെൽസ് കൊണ്ടാണ്. ഒന്ന് ട്രക്കീഡ്സ്, വെസൽസ്, സൈലം ഫൈബേഴ്സ്, സൈലം പാരൻകൈമ. സാധാരണ ജിംനോസ്പേമിന്റെ കേസിൽ വെസൽസ് ഉണ്ടാവാറില്ല. അതുപോലെ ടെറിഡോഫൈറ്റിന്റെ കേസിലും വെസൽസ് ഉണ്ടാവാറില്ല കേട്ടോ. ട്രക്കീഡ്സ് ആണ് അവരുടെ മേജർ കണ്ടക്ടിങ് എലമെന്റ് എന്ന് പറയുന്നത്. ട്രക്കീഡ്സിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എലോങ്ങേറ്റഡ് ട്യൂബ് ലൈക്ക് സെൽസ് ആണ് വിത്ത് ലിഗ്നിഫൈഡ് വാൾ വിത്ത് ടേപ്പറിംഗ് എൻഡ്. അവർ ട്യൂബ് പോലെയല്ല, ഇത് ടേപ്പറിംഗ് ആയിട്ടുള്ള ഒരു എൻഡാണ് കാണുന്നത്. ഇത് രണ്ടുമാണ് ട്രക്കീഡ്സ് എന്ന് പറയുന്നത്. അതേപോലെ വെസൽസ് ആണ് മേജർ കണ്ടക്ടിങ് എലമെന്റ് ഇൻ ദ കേസ് ഓഫ് ആൻജിയോസ്പേം. ട്രക്കീഡ്സും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ആൻജിയോസ്പേമിലെ കണ്ടക്ഷനിൽ, പക്ഷെ മേജർ കണ്ടക്ടിങ് എലമെന്റ് എന്ന് പറയുന്നത് വെസൽസ് ആണ് കേട്ടോ. ഈ വെസൽസിന് തമ്മിൽ വെസൽ എലമെന്റ്സ് ആയിട്ടാണ് കാണുക, അല്ലെങ്കിൽ വെസൽ മെമ്പേഴ്സ് ആയിട്ടാണ് കാണുക. ഈ ഓരോ വെസൽ മെമ്പറിനെയും തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് ഒരു പെർഫറേറ്റഡ് എൻഡ് പ്ലേറ്റ് ഉണ്ട്. ഈ പെർഫറേറ്റഡ് എൻഡ് പ്ലേറ്റ് ശരിക്കും പറഞ്ഞാൽ അതിന്റെ കണ്ടക്ഷനെ ഫാസ്റ്റ് ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതേപോലെ വെസൽ മെമ്പേഴ്സിന് ലിഗ്നിഫൈഡ് സെൽ വോളും ഉണ്ട്, ലാർജ് സെൻട്രൽ ക്യാവിറ്റി ഒക്കെ ഉണ്ട്. ഇത് പ്രോട്ടോപ്ലാസം ഇല്ലാത്തതാണ്, അതുകൊണ്ട് തന്നെ അതൊരു ഡെഡ് ടിഷ്യൂ ആണ്. ട്രക്കീഡ്സും ഡെഡ് ടിഷ്യൂ തന്നെയാണ് കേട്ടോ. ലിഗ്നിഫൈഡ് സെൽ വോൾ ഉള്ളത് കൊണ്ട് തന്നെ അതൊരു ഡെഡ് ടിഷ്യൂ ആണ്. അതേപോലെ ഈ വെസൽസ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ആൻജിയോസ്പേം ആണ്. പക്ഷെ എല്ലാ ആൻജിയോസ്പേമിനും വെസൽസ് ഇല്ലേനും. അതായത് ചില എക്സാമ്പിൾസ് ചോദിക്കാൽ ഡ്രക്കീന, യുക്സ അങ്ങനെയൊക്കെ പറയുന്ന പ്ലാന്റ്സിൽ എന്തില്ല, വെസൽസ് ഇല്ല. പക്ഷേ ജിംനോസ്പേമിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ അല്ല വെസൽസ്, എങ്കിലും ചില ജിംനോസ്പേമിൽ വെസൽസ് ഉണ്ട്. അതിന് എക്സാമ്പിളാണ് നീറ്റം, വെൽവീഷ്യ, എഫീഡ്ര അങ്ങനത്തെ പ്ലാന്റ്സിലൊക്കെ നെറ്റെയിൽസ് എന്ന് പറയുന്ന ഒരു ഓർഡർ നമ്മൾ പഠിച്ചല്ലോ ജിംനോസ്പേമിന്റെ, അതിനകത്തൊക്കെ എന്താണ് പറയുക, വെസൽസ് ഉണ്ട്. അപ്പം ഈ വെസൽസ് ഉള്ള ജിംനോസ്പേമും ഉണ്ട്, വെസൽസ് ഇല്ലാത്ത ആൻജിയോസ്പേമും ഉണ്ട്. അപ്പോൾ വെസൽസ് ആർ പ്രസന്റ് ഇൻ ഓൾ ജിംനോസ്പേം എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓൾ ആൻജിയോസ്പേം എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. മോസ്റ്റ് ഓഫ് ദ ആൻജിയോസ്പേംസ് ആൻഡ് സം ജിംനോസ്പേം, ഫ്യൂ ജിംനോസ്പേം എന്ന് എന്തെങ്കിലും ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നീറ്റ് ലെവലിൽ നമ്മൾ എഴുതുമ്പോൾ കുറച്ചും കൂടെ ഡീപ്പായിട്ട് നമ്മൾ പഠിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ മോസ്റ്റ് ഓഫ് ദ ജിംനോസ്പേം ആൻഡ് ഫ്യൂ ജിംനോസ്പേം എന്നാണ് കേട്ടോ അതിൻ്റെ ആൻസർ വരിക. ഓർത്തിരുന്നോളാം, എല്ലാ ആൻജിയോസ്പേമിലും ഇല്ല, വളരെ കുറച്ച് ആൻജിയോസ്പേമിലാണ് വെസൽസ് ഇല്ലാത്തതുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ അതിന് മോസ്റ്റ് ഓഫ് ദ ആൻജിയോസ്പേം കണ്ടെയ്നിങ് വെസൽസ്, ദാറ്റ് ഈസ് എ ജനറൽ ഫീച്ചർ എന്ന് പറയാം ആൻജിയോസ്പേമിന്റെ കേസിൽ. ജിംനോസ്പേമിൽ മോസ്റ്റ് ഓഫ് ദ ജിംനോസ്പേമിൽ ഇല്ല, വളരെ കുറച്ച് ജിംനോസ്പേം, നെറ്റെയിൽസ് എന്ന് പറയുന്ന ഓർഡറിൽ വരുന്ന ജിംനോസ്പേമിൽ മാത്രമേ വെസൽസ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്യൂ ജിംനോസ്പേമിൽ മാത്രമേ വെസൽസ് ഉള്ളൂ എന്ന് റെപ്രസെന്റ് ചെയ്തോളണം കേട്ടോ. അതേപോലെ അതിനകത്ത് കാണുന്ന വേറൊരു സെല്ലാണ് സൈലം ഫൈബേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു സൈലറി ഫൈബേഴ്സ്, അത് സ്ക്ലീറൻ കൈമാറ്റസ് ആണെന്ന് പറഞ്ഞു. അതിന് തിക്ക്
വാൾസ് ഉണ്ട്, അതുപോലെ സെൻട്രൽ ലൂമൻ വന്നിട്ട് ഒബ്ലിറ്ററേറ്റ് സെൻട്രൽ ലൂമൻ ആണ്. വളരെ തിന്നായിട്ടുള്ള സെൻട്രൽ ലൂമൻ ആയിരിക്കും സൈലം ഫൈബേഴ്സിലെ കാണാം. ഈ സൈലം ഫൈബേഴ്സ് ആണ് സാധാരണ ഒരു വുഡിന് സ്ട്രെങ്ത് കൊടുക്കുന്നത് കേട്ടോ. അത് സൈലം ഫൈബേഴ്സ് വന്നിട്ട് ചിലപ്പോൾ സെപ്പറേറ്റ് ആവാം, ചിലപ്പോൾ അസെപ്പറേറ്റ് ആവാം. അതായത് ഓരോ സെൽസും തമ്മിൽ സെപ്പറേഷൻ ഉണ്ടാവാം, അല്ലെങ്കിൽ ഉണ്ടാവാതിരിക്കാം. എന്തായാലും സൈലം ഫൈബേഴ്സ് ആണ് വുഡിന് തിക്നെസ് കൊടുക്കുന്നത്. അത് സ്ക്ലീറൻ കൈമാറ്റസ് ആയതുകൊണ്ട് ഈ സൈലം ഫൈബേഴ്സ് ജിംനോസ്പേമിൻ്റെ കേസിൽ ആബ്സെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ജിംനോസ്പേമിൻ്റെ വുഡ് വന്നിട്ട് അത്ര സ്ട്രോങ് ഒന്നും അല്ല. പിന്നെ അതിനകത്ത് കാണുന്ന സെല്ല് സൈലം പാരൻകൈമ സെൽസ് ആണ്. സൈലം പാരൻകൈമ സെൽസ് മാത്രമാണ് സൈലം ടിഷ്യൂവിൽ ലിവിങ് ആയിട്ടുള്ളൂ. അവരുടെ വോള് തിന്നായിരിക്കും. അതുപോലെ അവരുടെ സെൽ വോള് ഉണ്ടാക്കിയിട്ടുള്ള സെല്ലുലോസ് കൊണ്ടാണ് അവരുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫുഡ് മെറ്റീരിയലിനെ സ്റ്റോർ ചെയ്യുക. അത് സ്റ്റാർച്ചിൻ്റെ ഫോമിലോ ഫാറ്റിൻ്റെ ഫോമിലോ ഒക്കെ ആയിരിക്കും അത് സ്റ്റോർ ചെയ്യുക. അതുപോലെ ദാറ്റ് ഓൾസോ വിൽ ഹെൽപ്പ് ഇൻ കണ്ടക്ഷൻ ഓഫ് റേഡിയൽ കണ്ടക്ഷൻ ഓഫ് വാട്ടർ ത്രൂ ദ റേ പാരൻകൈമാറ്റ സെൽസ്. നമ്മൾ പറഞ്ഞ എന്താ, സൈലത്തിൻ്റെ ഉള്ളിൽ കൂടെ വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്ന യൂണിഡയറക്ഷണലായിട്ടാണ് പറഞ്ഞത്. അതായത് റൂട്ടിൽ നിന്ന് നേരെ മേലേക്ക് കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ബ്രാഞ്ചസ് ഒക്കെ ഇല്ലേ, ആ ബ്രാഞ്ചസിലേക്കൊക്കെ ലാറ്ററൽ കണ്ടക്ഷൻ നടക്കണം അല്ലേ. അപ്പോൾ എന്താ, ഈ യൂണിഡയറക്ഷണൽ കണ്ടക്ഷൻ നടക്കുമ്പോൾ ലാറ്ററൽ വേയിൽ അത് വെള്ളത്തിനെ പാസ് ചെയ്യിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ സൈലം വെസൽസിനോട് അറ്റാച്ച് ചെയ്ത് കാണുന്ന സൈലം പാരൻകൈമയിലേക്ക് വെള്ളം ഡിഫ്യൂസ് ചെയ്ത് ഇറങ്ങുകയും ആ സൈലം പാരൻകൈമ നെക്സ്റ്റ് ബ്രാഞ്ചസിൽ കൂടെ പാസ് ചെയ്യുന്ന സൈലം വെസൽസിന് വെള്ളം കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് റേഡിയൽ കണ്ടക്ഷൻ നടക്കുന്നത്. അതേപോലെ തന്നെ സൈലം ഒരുപാട് മൂത്ത് കഴിയുമ്പോൾ കുറച്ച് മെച്യൂറായി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൽ കൂടെ പിന്നെ ആ ഇന്നർ സൈലത്തിൽ കൂടെ പിന്നെ വെള്ളത്തിൻ്റെ കണ്ടക്ഷനൊന്നും നടക്കാതെ അത് ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഇന്നർ സൈലത്തിൽ കൂടെ അതിൻ്റെ വാട്ടർ കണ്ടക്ഷൻ ഒന്നും നടക്കാതെ അത് വളരെ തിക്കാവുകയും ടാനിൻ്റെയും റെസിൻസിൻ്റെയും ഒക്കെ ഡെപ്പോസിറ്റ് വരികയും ചെയ്യുക അല്ലേ. ആ ഒരു റീജിയനിലേക്ക് നമുക്ക് ഈ സൈലം പാരൻകൈമ എക്സ്റ്റെൻഡ് ചെയ്ത ഒരു ബലൂൺ ലൈക്ക് ഗ്രോത്ത് ഉണ്ടാക്കുന്നതാണ്. അതിനെ നമ്മൾ തൈലോസിസ് എന്ന് പറയുന്നത് കേട്ടോ. ഈ തൈലോസിസിൻ്റെ ഗ്രോത്ത് വരുന്നതോടുകൂടി അവിടെ കംപ്ലീറ്റ് വാട്ടർ കണ്ടക്ഷനും സ്റ്റോപ്പ് ആവുകയും ഒരു സാപ്പ് വുഡ് ഒരു ഹാർഡ് വുഡിലേക്ക് കൺവേർട്ട് ചെയ്യുകയും ചെയ്യുന്ന കാണാം. അതായത് നമ്മൾ പറയില്ലേ ഈ കാതൽ എന്നൊക്കെ പറയില്ലേ, ഒരുപാട് തമിഴ് കാതലല്ല കേട്ടോ, ഒരുപാട് ഇങ്ങനെ എന്താ പറയുക കട്ടിയായിട്ടുള്ള വുഡ്, നമ്മൾ നല്ല വുഡ് ഫർണിച്ചറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന നല്ല വുഡ്, ആ ഒരു സ്റ്റേജിലേക്ക് അതിനെ എത്തിക്കുകയും ചെയ്യും. ആ ബലൂൺ ലൈക്ക് എക്സ്റ്റൻഷൻ പറയുന്ന പേര് തൈലോസിസ് എന്നാണ്. ഇത് 2016 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇനി നമുക്ക് ഈ പ്രൈമറി സൈലത്തിന് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. രണ്ട് തരത്തിലുള്ള സൈലം ഉണ്ട്. ഒന്ന് ഫസ്റ്റ് ഫോം ചെയ്യുന്ന സൈലം, പിന്നത്തത് സെക്കൻഡ് ലേറ്റർ ഫോം സൈലമാണ്. ഫസ്റ്റ് ഫോംഡ് സൈലത്തിന് നമ്മൾ പറയുന്ന പേരാണ് പ്രോട്ടോസൈലം. ലേറ്റർ ഫോംഡ് സൈലത്തിന് നമ്മൾ പറയുന്ന പേരാണ് മെറ്റാസൈലം. പ്രോട്ടോസൈലം ചിലപ്പോൾ സെൻറ്ററിലേക്കും മെറ്റാസൈലം പെരിഫറിയിലേക്കും ആയിരിക്കും എക്സ്റ്റെൻഡ് ചെയ്ത് കാണുക. അത് സാധാരണ കാണുന്നത് ഡൈക്കോട്ടിലിഡിന് സ്റ്റെമ്മിൻ്റെ കേസിലാണ്, അല്ലെങ്കിൽ സ്റ്റെമ്മിൻ്റെ കേസിലാണ് കേട്ടോ. സ്റ്റെമ്മിൽ കാണുന്ന വാസ്കുലാർ ടിഷ്യൂ അത് സൈലം എങ്ങനെയായിരിക്കുന്നത് വെച്ചാൽ പ്രോട്ടോസൈലം ടുവേഴ്സ് സെൻറ്റർ, മെറ്റാസൈലം ടുവേഴ്സ് പെരിഫറി. അതിന് നമ്മൾ എൻഡാർക്ക് ടൈപ്പ് ഓഫ് അറേഞ്ച്മെൻറ്റ് എന്നാണ് പറയാം. അപ്പോൾ വാസ്കുലാർ പ്രൈമറി സൈലം ഈസ് എൻഡാർക്ക് ഇൻ ദ കേസ് ഓഫ് സ്റ്റെം. അതിന് സെൻട്രിഫ്യൂഗൽ ടൈപ്പ് ഓഫ് അറേഞ്ച്മെൻറ്റ് എന്നും പറയും. റൂട്ടിൻ്റെ കേസിലാണെങ്കിൽ നേരെ തിരിച്ചാണ്. പ്രോട്ടോസൈലം പെരിഫറിയിലേക്കും മെറ്റാസൈലം സെൻറ്ററിലേക്കായിരിക്കും കാണുക. അതിന് നമ്മൾ എക്സാർക്ക് ടൈപ്പ് ഓഫ് പ്രൈമറി സൈലം എന്ന് പറയും. അതിന് പറയുന്ന വേറൊരു പേരാണ് സെൻട്രിപീറ്റൽ ടൈപ്പ് ഓഫ് അറേഞ്ച്മെന്റ്. ഇനി നെക്സ്റ്റ് കോംപ്ലക്സ് ടിഷ്യൂ എന്ന് പറയുന്ന ഫ്ലോയം ആണ്. ഫ്ലോയത്തിന് പറയുന്ന വേറൊരു പേരാണ് ബാസ്റ്റ്, BAST, അല്ലെങ്കിൽ വേറൊരു പേരാണ് ലെപ്റ്റോം, LEPTOME, ലെപ്റ്റോം. ഇതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഫുഡ് മെറ്റീരിയൽ ആണ്. അത് സാധാരണ ലീവ്സിൽ നിന്ന് പ്ലാന്റിൻ്റെ പല ഭാഗത്തേക്കും, അതായത് ഫുഡ് വേണ്ട ഭാഗങ്ങളിലേക്കൊക്കെ ഫുഡിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്ന ഈ പറയുന്ന ഫ്ലോയാണ് കേട്ടോ. ഫ്ലോയത്തിനകത്ത് കാണുന്ന 4 തരത്തിലുള്ള സെൽസ് ആണ്. ഒന്ന് സീവ് ട്യൂബ് എലമെൻറ്റ്സ്, ഒന്ന് കമ്പാനിയൻ സെൽസ്, ഒന്ന് ഫ്ലോയം പാരൻകൈമ ആൻഡ് ഫ്ലോയം ഫൈബേഴ്സ്. ഇതാണ് സാധാരണ ഇതിനകത്ത് ഫ്ലോയത്തിന് കാണുന്ന 4 തരത്തിലുള്ള സെൽസ്. ഇനി ജിംനോസ്പേമിൻ്റെ കേസിലാണ് ഈ കമ്പാനിയൻ സെൽസിന് പകരം അവർക്ക് ആൽബുമിനസ് സെൽസ് ആയിരിക്കും ഉണ്ടാവുക. ജിംനോസ്പേമിൽ കമ്പാനിയൻ സെൽസിന് പകരം ആൽബുമിനസ് സെൽസ് ആയിരിക്കും ഉണ്ടാവുക. അതേപോലെ സീവ് ട്യൂബിന് പകരം സീവ് സെൽസ് ആയിരിക്കും ഉണ്ടാവുക.
ഓക്കെ, സീവ് ട്യൂബ് എലമെന്റ്സ് സീവ് ട്യൂബ് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ സീവ് ട്യൂബ് തന്നെ കേട്ടോ. അതൊരു ലോങ് ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ ആണ്. അറേഞ്ച്ഡ് ലോഞ്ചിറ്റ്യൂഡിനലി ആൻഡ് അസോസിയേറ്റഡ് വിത്ത് കമ്പാനിയൻ സെൽസ്. ലോഞ്ചിറ്റ്യൂഡിനലി അറേഞ്ച് ചെയ്തിട്ടുള്ള കമ്പാനിയൻ സെൽസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കാണുന്ന ട്യൂബ് പോലത്തെ ഒരു സെല്ലാണ് സീവ് ട്യൂബ് എലമെന്റ് എന്ന് പറയുന്നത്. സീവ് ട്യൂബ് അത് ജിംനോസ്പെർമിൽ എങ്ങനെയായിരിക്കും? സീവ് സെല്ലായിട്ടായിരിക്കും കാണുക. ഇനി ഈ സീവ് ട്യൂബ് എന്ന് പറയുന്നത് ലിവിങ് സെല്ലാണ്. അതിന് പ്രോട്ടോപ്ലാസം ഒക്കെ ഉണ്ട്, പക്ഷേ ന്യൂക്ലിയേറ്റ് ആണ്, ന്യൂക്ലിയസ് ഇല്ലാത്ത. അതുകൊണ്ട് തന്നെ നമ്മൾ ലിവിങ് സെല്ല് ന്യൂക്ലിയസ് ഇല്ലാത്ത പ്ലാന്റ്സിൽ കാണുന്നത് സീവ് ട്യൂബും, ആനിമൽസിലെ ലിവിങ് സെല്ല് ന്യൂക്ലിയസ് ഇല്ലാത്ത RBC ആണ്. സോ എന്യൂക്ലിയേറ്റ് സെൽസ് ഇൻ പ്ലാന്റ് കിങ്ഡം എന്ന് ചോദിച്ചാൽ സീവ് ട്യൂബാണ്. എന്യൂക്ലിയേറ്റ് സെൽസ് ഇൻ ആനിമൽ കിങ്ഡം എന്ന് പറഞ്ഞാൽ RBC ആണ്. അതുപോലെ അവരുടെ എൻഡ് വോൾസ് ഇറ്റ് ഈസ് പെർഫറേറ്റഡ് ബൈ സീവ് ലൈക്ക് മാനർ ടു ഫോം സീവ് പ്ലേറ്റ്. സീവ് പ്ലേറ്റ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറാണ് അവരുടെ എൻഡ് പ്ലേറ്റ്, പെർഫറേറ്റഡ് എൻഡ് പ്ലേറ്റ് കേട്ടോ. അതുപോലെ അവർക്ക് പെരിഫറൽ സൈറ്റോപ്ലാസം ഉണ്ട്, ലാർജ് സെൻട്രൽ വാക്യൂളും ഉണ്ട്, പക്ഷേ ന്യൂക്ലിയസ് ഇല്ല. ഇതിൻ്റെ ഫങ്ഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിന് കമ്പാനിയൻ സെൽസ് ഉള്ളത്. കമ്പാനിയൻ സെൽസ് എന്ന് പറയുന്ന പാരൻകൈമാറ്റ സെൽസ് ആണ്. അത് സീവ് ട്യൂബ് എലമെന്റ്സ് അല്ലെങ്കിൽ സീവ് ട്യൂബുമായിട്ട് വളരെ ക്ലോസ്ഡ് ആയിട്ട് കാണുന്ന ഒരു സെൽസ് ആണ് ഈ പറയുന്ന കമ്പാനിയൻ സെൽസ്. ഈ കമ്പാനിയൻ സെൽസും അതുപോലെ തന്നെ സീവ് ട്യൂബും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്. അത് പിറ്റ് ഫീൽഡ് വെച്ചിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ലോഞ്ചിറ്റ്യൂഡിനൽ വാളിലുള്ള പിറ്റ് ഫീൽഡ് വെച്ചാണ് കണക്ട് ചെയ്യുന്നത്. എന്താ പിറ്റ് ഫീൽഡ് എന്ന് പറയുന്നത്? ആ ലിഗ്നിൻ്റെ ഡെപ്പോസിറ്റ് ഇല്ലാത്ത ഭാഗം ഡിപ്രഷനായിട്ട് കാണുന്ന ആ ഒരു റീജിയൻ വെച്ചായിരിക്കും കമ്പാനിയൻ സെൽസും അതുപോലെ തന്നെ സീവ് ട്യൂബും കണക്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ കമ്പാനിയൻ സെൽസ് ആണ് സീവ് ട്യൂബിൻ്റെ ഉള്ളിലെ പ്രഷർ ഗ്രേഡിയൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്, ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. കമ്പാനിയൻ സെൽസ് ഇറ്റ് വിൽ ഹെൽപ്പ് ഇൻ മെയിൻറ്റെയിനിങ് ദ പ്രഷർ ഗ്രേഡിയൻ ഇൻസൈഡ് ദ സീവ് ട്യൂബ്. ഇനി ഫ്ലോയം പാരൻകൈമ അത് വേറൊരു തരത്തിലുള്ള സെല്ലാണ് ഫ്ലോയത്തിൻ്റെ ഉള്ളിലെ. ഫ്ലോയം പാരൻകൈമ ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ലോങ് എലോങ്ങേറ്റഡ് ടേപ്പറിംഗ് സിലിണ്ടറിക്കൽ സെൽസ് വിച്ച് ഹാവ് ഡെൻസ് സൈറ്റോപ്ലാസം ആൻഡ് ന്യൂക്ലിയസ്. ഫ്ലോയം പാരൻകൈമ എന്ന് പറയുന്നത് ലിവിങ് സെല്ലാണ്, സൈറ്റോപ്ലാസം ഉള്ളതാണ്, ന്യൂക്ലിയസ് ഉള്ളതാണ്. അതുപോലെ സിലിണ്ടറിക്കൽ എലോങ്ങേറ്റഡ് സെൽസ് ആണ്, അതും ഈ പറയുന്ന ഫ്ലോയം സീവ് ട്യൂബിനോടൊക്കെ അസോസിയേറ്റ് ചെയ്ത് കാണുന്നതാണ്. അതിൻ്റെ വോള് വന്നിട്ട് സെല്ലുലോസ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ളതാണ്. അവർക്ക് പ്ലാസ്മോഡെസ്മേറ്റൽ കണക്ഷൻ ഉണ്ട് ഇൻ ബിറ്റ്വീൻ ദ സെൽസ്. ഈ ഫ്ലോയം പാരൻകൈമയുടെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഫുഡ് സ്റ്റോർ ചെയ്യുക, റെസിൻസും ലാറ്റക്സും മ്യൂസിലേജും ഒക്കെ സ്റ്റോർ ചെയ്യുന്ന ഫ്ലോയം പാരൻകൈമ സെൽസ് ആണ്. ഫ്ലോയം പാരൻകൈമ മോണോകോട്ടിലിഡിനസ് പ്ലാന്റ്സിലില്ല. ഇതും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഫ്ലോയം പാരൻകൈമ മോണോകോട്ടിലിഡിനസ് പ്ലാന്റ്സിലില്ല. ഇനി ഫ്ലോയം ഫൈബേഴ്സ് എന്ന് പറയുന്ന സ്ക്ലീറൻ കൈമാറ്റ സെൽസ് ആണ്. ഫ്ലോയം ഫൈബേഴ്സ് ഇതിനകത്ത് ഡെഡ് സെൽസ് ആണ് കേട്ടോ. അത് ഫ്ലോയം ഫൈബേഴ്സ് നമ്മൾ ബാസ്റ്റ് ഫൈബേഴ്സ് എന്ന് പറയും. നമുക്കറിയാം കൊമേഴ്ഷ്യലി ദ ഫൈബേഴ്സ് വിച്ച് ഈസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം ദ ഫ്ലോയം ഫൈബേഴ്സ് ആൻഡ് പെരിസൈക്കിൾ എന്നാണ് പറഞ്ഞത്. പെരിസൈക്കിളിൽ കാണുന്ന ഫൈബറും അതുപോലെ തന്നെ ഫ്ലോയത്തിലെ ഫൈബറുമാണ് കൊമേഴ്ഷ്യലി എക്സ്ട്രാക്ട് ചെയ്യുന്ന ഫൈബേഴ്സ് എന്ന് പറയുന്നത്. ഇത് ഫ്ലോയം ഫൈബേഴ്സ് സാധാരണ പ്രൈമറി ഫ്ലോയത്തിനകത്ത് ഉണ്ടാവാറില്ല, സെക്കൻഡറി ഫ്ലോയത്തിനകത്താണ് സാധാരണ ഫ്ലോയം ഫൈബേഴ്സ് കാണാറുള്ളത്. അതേപോലെ ഇത് അൺബ്രാഞ്ച്ഡ് ആയിരിക്കും, പോയിന്റഡ് ആയിരിക്കും, നീഡിൽ ലൈക്ക് എപ്പിസസ് ഒക്കെ ഉള്ളതായിരിക്കും. അതുപോലെ ഇതിൻ്റെ സെൽബോൾ വന്നിട്ട് വളരെ തിക്കായിരിക്കും. അത് വലുതാവും തോറും അല്ലെങ്കിൽ മെച്ചുവർ ആവും തോറും അതിൻ്റെ പ്രോട്ടോപ്ലാസം പോയിട്ട് അത് ഡെഡായിട്ട് മാറും. അതിനെ കുറച്ച് എക്സാമ്പിളാണ് ഫ്ലോയം ഫൈബേഴ്സ് ഓഫ് ജൂട്ട്, ഫ്ലാക്സ്, ഹെംപ്. ഇതൊക്കെ കൊമേഴ്ഷ്യലി യൂസ് ചെയ്യുന്ന ഫ്ലോയം ഫൈബേഴ്സ് ആണ്. ഈ ഫസ്റ്റ് ഫോംഡ് പ്രൈമറി ഫ്ലോയത്തിനെ നമ്മൾ പ്രോട്ടോഫ്ലോയം എന്നും ലേറ്റർ ഫോംഡ് ഫ്ലോയത്തിനെ മെറ്റാഫ്ലോയം എന്നുമാണ് പറയുക. ഫസ്റ്റ് ഫോംഡ് ഫ്ലോയത്തിന് അതിൻ്റെ സീവ് ട്യൂബ് വന്നിട്ട് കുറച്ച് നാരോ ആയിരിക്കും, പക്ഷേ ലേറ്റർ ഫോംഡ് മെറ്റാഫ്ലോയത്തിൻ്റെ സീവ് ട്യൂബ് വന്നിട്ട് കുറച്ച് വൈഡ് ആയിരിക്കും. അതേപോലെ ഈ സീവ് ട്യൂബ് പറയുമ്പോൾ നമ്മൾ സീവ് ട്യൂബ് എന്തിൻ്റെ വേണ്ടിയിട്ടുള്ള കണ്ടക്ഷൻ ആണ്? ന്യൂട്രിയൻസിൻ്റെ കണ്ടക്ഷൻ ആണ് അല്ലേ. അപ്പോൾ ഈ ഇലയിൽ നിന്ന് വേറെ ഭാഗങ്ങളിലേക്ക് ന്യൂട്രിയൻസ് കണ്ടക്ട് ചെയ്യുന്ന ഈ പാർട്ടിൽ എപ്പോഴും എന്തുണ്ടാവും? ന്യൂട്രിയൻസ് ഉണ്ടാവും. ഈ ഓർഗാനിക് സബ്സ്റ്റൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഏതെങ്കിലും പ്ലാന്റിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം മുറിഞ്ഞു പോവോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഈ സൂക്രോസിൻ്റെ ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ഓർഗാനിക് സബ്സ്റ്റൻസിൻ്റെ ഡെപ്പോസിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഉറുമ്പ് വരാനും അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസെക്ട്സ് വന്ന് അറ്റാക്ക് ചെയ്യാനും ഉള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതിനെയൊക്കെ തടയാൻ വേണ്ടിയിട്ട് ഒരു കാലോസ് ഡെപ്പോസിറ്റ് ഉണ്ടാവാറുണ്ട്. അത് പൊഴിഞ്ഞു പോയി കഴിയുമ്പോൾ മുറിഞ്ഞിരിക്കുന്ന ഫ്ലോയം സീവ് ട്യൂബ് അതിനെ സീൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ പറയുന്ന കാലോസ് ഡെപ്പോസിറ്റ്. ഓക്കെ, അതേപോലെ അവിടെ ഒരു പി പ്രോട്ടീൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീനും ഡെപ്പോസിറ്റ് ചെയ്യാറുണ്ട്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ളതാണ് ഈ പറയുന്ന കാലോസ് ഡെപ്പോസിറ്റും അതുപോലെ തന്നെ
പി പ്രോട്ടീൻ എന്ന് പറയുന്ന പ്രോട്ടീൻ്റെ ഡെപ്പോസിറ്റും ഒക്കെ. ഇനി അതിന് നമുക്ക് കാലോസ് പാടെന്നും റെപ്രസെൻറ്റ് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ നോക്കിയാൽ സൈലോം ഫ്ലോയം എടുത്ത് നോക്കിയാൽ സൈലത്തിനകത്ത് ആകെ ലിവിങ് ആയിട്ടുള്ള സൈലം പാരൻകൈമേ ഉള്ളൂ. ഫ്ലോയത്തിനകത്ത് ആകെ നോൺ ലിവിങ് ആയിട്ടുള്ള ഫ്ലോയം ഫൈബേഴ്സ് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം ലിവിങ് ആണ്. പിന്നെ വെസൽസ് ഉള്ളതും ഇല്ലാത്ത ആയിട്ടുള്ള പ്ലാന്റ്സ് ഓർത്തിരുന്നോളാം. അതുപോലെ സീവ് ട്യൂബും ഉള്ളതും ഇല്ലാത്തതും, അതായത് ജിംനോസ്പോമിനൊന്നും സീവ് ട്യൂബ് ഇല്ല, അവർക്ക് സീവ് സെൽസ് ആണുള്ളത്. അതുപോലെ കമ്പാനിയൻ സെൽസിന് പകരം ആൽബുമിന സെൽസ് ആണുള്ളത്. കമ്പാനിയൻ സെൽസിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് ഓർത്തിരുന്നോളാം. അതേപോലെ ഫ്ലോയം ഫൈബേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ ഫ്ലോയം പാരൻകൈമ ഇല്ലാത്തത് ഏത് തരത്തിലുള്ള പ്ലാന്റ്സിലാണ്. മോണോകോട്ടിലിഡനസ് പ്ലാന്റ്സിൽ ഫ്ലോയം പാരൻകൈമ ഇല്ല എന്ന് പറഞ്ഞു, അതൊക്കെ ഓർത്തിരുന്നോളാം കേട്ടോ. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ കോംപ്ലെക്സ് പെർമനൻറ്റ് ടിഷ്യൂ. നമുക്ക് ടിഷ്യൂ സിസ്റ്റാണ് പഠിക്കാനുള്ളത്. നമ്മൾ ഓൾറെഡി പലതരത്തിലുള്ള ടിഷ്യൂ, പെർമനൻറ്റ് ടിഷ്യൂ പറഞ്ഞു, സിമ്പിൾ പെർമനൻറ്റ് ടിഷ്യൂ, കോംപ്ലെക്സ് പെർമനൻറ്റ് ടിഷ്യൂ ഒക്കെ പറഞ്ഞു അല്ലേ. അതുപോലെ ഓൺ ദ ബേസിസ് ഓഫ് ദ സ്ട്രക്ചർ ആൻഡ് ലൊക്കേഷൻ ഓഫ് ദീസ് 3 different types of tissue system, we can classify this tissue system into 3 different types as epidermal tissue system, ground tissue system and vascular or conducting tissue system. Ground tissue system പറയുന്ന വേറൊരു പേരാണ് ഫണ്ടമെന്റൽ ടിഷ്യൂ സിസ്റ്റം കേട്ടോ. എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം എന്ന് പറയുന്നത് എപ്പിഡെർമിസും അതിന് അസോസിയേറ്റഡ് ആയിട്ടുള്ള ഭാഗങ്ങളുമാണ്. വാസ്കുലാർ അല്ലെങ്കിൽ കണ്ടക്ടിങ് ടിഷ്യൂ സിസ്റ്റം എന്ന് പറയുന്നത് സൈലോം ഫ്ലോയോ ആണ്. ഈ എപ്പിഡെർമിസും സൈലോം ഫ്ലോയോ അല്ലാതെ ബാക്കി എല്ലാ ടിഷ്യൂവും വരുന്നത് ഫണ്ടമെന്റൽ ടിഷ്യൂ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റത്തിലാണ്. നമുക്ക് ഫസ്റ്റ് എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം എന്താണെന്ന് നോക്കാം. എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം എന്ന് പറയുന്ന ഔട്ടർ മോസ്റ്റ് കവറിങ് ഓഫ് ദ ഹോൾ പ്ലാന്റ് ബോഡി. അതാണ് അത് ഉണ്ടാക്കിയിട്ടുള്ള എപ്പിഡെർമൽ സെൽസ് കൊണ്ടാണ്. ഈ എപ്പിഡെർമൽ സെൽസിൻ്റെ മേലെ സ്റ്റൊമേറ്റ ഉണ്ടാവും. അതുപോലെ തന്നെ എപ്പിഡെർമൽ അപ്പൻഡേജസ് ലൈക്ക് ട്രൈക്കോമും റൂട്ട് ഹെയർ ഒക്കെ കാണും. സ്റ്റൊമേറ്റ ലീഫിൻ്റെ കേസിലും ട്രൈക്കോം സ്റ്റെമ്മിൻ്റെ കേസിലും അതുപോലെ റൂട്ട് ഹെയർ റൂട്ടിൻ്റെ എപ്പിഡെർമിസിലുമാണ് കാണാൻ കഴിയുക. ഓക്കെ, പ്രൈമറി പ്ലാന്റ് ബോഡിയിൽ കാണുന്ന ഒരു ഔട്ടർ മോസ്റ്റ് ലെയർ ആണ് എപ്പിഡെർമിസ് എന്ന് പറയുന്നത്. ഇത് എലോങ്ങേറ്റഡ് കമ്പാക്ട്ലി അറേഞ്ച്ഡ് സെൽസ് ആണ്. ഇന്റർസെല്ലുലാർ സ്പേസ് ഒന്നും കാണില്ല ഇവർക്ക്. അതേപോലെ അതൊരു കണ്ടിന്യൂസ് ലെയർ ആയിരിക്കും. അത് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ളതാണ്. സിംഗിൾ ലെയർ ആയിരിക്കും. അതേപോലെ പാരൻകൈമാറ്റസ് ടിഷ്യൂ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതായിരിക്കും ഈ പറയുന്ന എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം. പക്ഷേ അവർക്ക് സൈറ്റോപ്ലാസം വന്നിട്ട് ഒരു ലൈൻ പോലെ, ഒരു ചെറിയ സെൽ വോളിൻ്റെ സൈഡിലായിട്ട് ഒരു ലൈനിങ് പോലെ തിന്നായിട്ടായിരിക്കും സൈറ്റോപ്ലാസം കാണുക. പക്ഷേ അതിൻ്റെ സെൻറ്ററിൽ വലിയൊരു വാക്യൂളും കാണും കേട്ടോ. അതേപോലെ അതിൻ്റെ ഔട്ട്സൈഡ് വന്നിട്ട് ചിലപ്പോൾ തിക്ക് വാക്സി കോട്ടിങ് കൊണ്ടൊക്കെ കവർ ചെയ്തിട്ടുണ്ടാവും. അതാണ് ക്യൂട്ടിക്കൽ എന്ന് പറയുന്നത്. ഓക്കെ, അത് സെക്രീറ്റ് ചെയ്യുന്നത് ഈ എപ്പിഡെർമസ് ലെയർ തന്നെയാണ്. ഓക്കെ, അത് വാട്ടർ ലോസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ പറയുന്ന ക്യൂട്ടിക്കൽ എന്ന് പറയുന്നത്. അത് റൂട്ടിലില്ല, സ്റ്റെമ്മിൽ മാത്രം കാണുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ്. അതേപോലെ ലീഫിൻ്റെ സർഫസിൽ കാണുന്ന എപ്പിഡെർമിസിൽ കാണുന്ന ഒരു സ്ട്രക്ചറാണ് സ്റ്റൊമേറ്റ. ഈ സ്റ്റൊമേറ്റ എന്ന് പറയുന്ന ഒരു സ്റ്റൊമേറ്റ അപ്പാരറ്റസ് ആണ്. അത് ട്രാൻസ്പിരേഷനും ഗേഷ്യസ് എക്സ്ചേഞ്ചും ഒക്കെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ് സ്റ്റൊമേറ്റൽ അപ്പാരറ്റസ് എന്ന് പറയുന്നത്. സ്റ്റൊമേറ്റ എന്ന് പറയുന്ന ആ ഓപ്പണിങ്, അത് അതിനെ കൺട്രോൾ ചെയ്യുന്ന സെൽസ് ആണ് ഗാർഡ് സെൽസ്. ഓക്കെ, ഈ ഗാർഡ് സെൽസിന് ഒരു പ്രത്യേകതയുണ്ട്. എപ്പിഡെർമൽ സെൽസിലെ ഗാർഡ് സെൽസ് മാത്രമാണ് ക്ലോറോപ്ലാസ്റ്റ് ഉള്ളതും ഫോട്ടോസിന്തസിസ് ചെയ്യുന്നതും. ഓക്കെ, ഗ്രാസിലൊക്കെ ഗാർഡ് സെൽസ് വന്നിട്ട് ഡംബൽ ഷേപ്പ് ആയിരിക്കും. പക്ഷേ ഡൈക്കോട്ടിലിഡിനസ് പ്ലാന്റ്സിൽ വന്നിട്ട് അത് കിഡ്നി ഷേപ്പ് ആയിരിക്കും. ഓക്കെ, അതേപോലെ ഗാർഡ് സെൽസിൻ്റെ ഔട്ടർ വോൾ വന്നിട്ട് തിന്നായിരിക്കും, ഇന്നർ വോള് തിക്കായിരിക്കും. ഇത് അവിടെ ഒരു സ്ട്രക്ചർ കൊടുത്തിട്ടില്ലേ, ഇതിൻ്റെ ഔട്ടർ വോള് തിന്നാണ്, ഇന്നർ വോള് തിക്കാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് വെള്ളം നിറയുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബൾജിങ് ടുവേർഡ്സ് ദ ഔട്ട്സൈഡ് ആൻഡ് ദ സെൻട്രൽ ക്യാവിറ്റി ഓർ ലൂമൻ വിൽ ബി ഫോംഡ്. ഇതാണ് ആ സ്റ്റൊമേറ്റൽ പോർ എന്ന് പറയുന്നത്. ഇതാണ് ഇതിൻ്റെ ഗാർഡ് സെൽ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉള്ളിൽ കാണുന്ന ചെറിയ ചെറിയ ഗ്രീൻ സ്പോട്ടുകൾ ഉണ്ടല്ലോ, അതാണ് അതിൻ്റെ ക്ലോറോപ്ലാസ്റ്റ്. അവർക്ക് ഫോട്ടോസിന്തസിസ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഇതിനെ സറൗണ്ട് ചെയ്തിട്ട് ചില സ്പെഷ്യൽ സെൽസ് ഉണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ ഈ ഗാർഡ് സെല്ല് നിറഞ്ഞു കഴിയുമ്പോൾ അതിന് സ്ഥലം ഓക്യുപ്പൈ ചെയ്യാൻ പാകത്തിന് ഇതിൻ്റെ ചുറ്റുമുള്ള സെൽസ് ഒന്ന് മാറി കൊടുക്കുകയാണെങ്കിൽ, ഫ്ലെക്സിബിൾ ആവുകയാണെങ്കിൽ അത് ഈസി ആയിട്ട് സ്റ്റൊമേറ്റോ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെൽസാണ് സബ്സിഡിയറി സെൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സബ്സിഡിയറി സെൽസും ഗാർഡ് സെല്ലും സ്റ്റൊമേറ്റൽ പോറും എല്ലാം കൂടി കൂടിയതാണ് നമ്മുടെ സ്റ്റൊമേറ്റൽ അപ്പാരറ്റസ് എന്ന് പറയുന്നത് കേട്ടോ. അതേപോലെ ചില ഈ സബ്സിഡിയറി സെൽസിന് പറയുന്ന വേറൊരു പേരാണ് ആക്സസറി സെൽസ്. അതുപോലെ ചില പ്ലാന്റ്സിൽ
ലൈക്ക് മോണോകോട്ടിലിഡിനസ് പ്ലാന്റ്സിൻ്റെ കേസിൽ ഗ്രാസിലും മെയ്സിലും ഷുഗർ കെയിനിലും ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പിഡെർമൽ സെൽസ് കുറച്ച് വലുതായിരിക്കും, വാക്യുലേറ്റഡ് ആയിരിക്കും, തിൻ വോൾഡ് ആയിരിക്കും. ആ എപ്പിഡെർമൽ സെൽസ് നമ്മൾ ബുള്ളിഫോം സെൽസ് എന്നാണ് പറയാം. ബുള്ളിഫോം സെൽസിന് പറയുന്ന വേറൊരു പേരാണ് മോട്ടോർ സെൽസ്. അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ എക്സസ് ആയിട്ടുള്ള വാട്ടർ ലോസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് ഇവിടെ നോക്കിക്കുക, മോണോകോട്ടിലിഡിനസ് പ്ലാന്റ്സിൻ്റെ കേസിൽ ഈ ഗാർഡ് സെല്ല് വന്നിട്ട് ഡംബെൽ ഷേപ്പാണ്. അതുപോലെ അതിനെ കവർ ചെയ്തിട്ട് ഈ പറയുന്ന എപ്പിഡെർമൽ സെൽസ് ഉണ്ട്, സബ്സിഡിയറി സെൽസ് ഉണ്ട്, അതേപോലെ ക്ലോറോപ്ലാസ്റ്റ് ഒക്കെ അതിനകത്ത് കാണുന്നുണ്ട് കേട്ടോ. ഇത് സബ്സിഡിയറി സെൽസ് ആണ്, ഇത് അതിൻ്റെ ഗാർഡ് സെല്ലാണ്, ഇതിൻ്റെ ഉള്ളിൽ ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്. ഇതിൻ്റെ സെൻറ്ററിൽ കാണുന്ന ഈ സ്റ്റൊമാറ്റൽ പോർ, ഇതിൻ്റെ അകത്ത് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ എപ്പിഡെർമൽ സെൽസ് വന്നിട്ട് ഈ സെൽസ് വന്നിട്ട് ബുള്ളിഫോം സെൽസ് ആയിരിക്കും. ഓക്കെ. അതേപോലെ ഇതിൻ്റെ കേസിൽ സെറോഫൈറ്റിൻ്റെ കേസിലാണെങ്കിൽ സ്റ്റൊമാറ്റോ വന്നിട്ട് ഉള്ളിലായിട്ടായിരിക്കും കാണുക, സങ്കൻ സ്റ്റൊമാറ്റോ ആയിരിക്കും. അത് ട്രാൻസ്പിറേഷൻ ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അഡ്വാൻറ്റേജ് ആണ്. അതേപോലെ റൂട്ടിൻ്റെ കേസിൽ എപ്പിഡെർമിസിൻ്റെ റൂട്ടിൽ റൂട്ട് ഹെയർ ഉണ്ടാവും. റൂട്ട് ഹെയർ സാധാരണ യൂണിസെല്ലുലാർ എലോങ്ങേഷൻ ഓഫ് എപ്പിഡെർമൽ സെൽസ്, എപ്പിഡെർമൽ സെൽസിൻ്റെ തന്നെ എലോങ്ങേഷനാണ് റൂട്ട് ഹെയർ എന്ന് പറയുന്നത്. അത് യൂണിസെല്ലുലാർ എക്സ്റ്റൻഷനാണ്. അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ വാട്ടറിൻ്റെ മിനറൽസിൻ്റെ അബ്സോർപ്ഷൻ്റെ എഫിഷ്യൻസി, സർഫസ് ഏരിയ കൂട്ടി കൂടുതൽ വാട്ടർ മിനറൽസ് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ്. അതേപോലെ സ്റ്റെമ്മിൽ കാണുന്ന ഹെയർ എന്ന് പറയുന്ന ട്രൈക്കോം ആണ്. ട്രൈക്കോം സാധാരണ മൾട്ടി സെല്ലുലാർ ആണ്. അതേപോലെ ബ്രാഞ്ച്ഡോ അൺബ്രാഞ്ച്ഡോ ആവാം കേട്ടോ. ട്രൈക്കോമിൻ്റെ ശരിക്കും അത് ചിലപ്പോൾ സെക്രീറ്ററി ആവാം. അതേപോലെ മേജർ ഫംഗ്ഷൻ ഓഫ് ദിസ് വൺ ട്രൈക്കോം എന്ന് പറയുന്നത് പ്രിവെൻറ്റിംഗ് ദ വാട്ടർ ലോസ് ഡ്യൂ ടു ട്രാൻസ്പിറേഷൻ വഴിയുള്ള വാട്ടർ ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ട്രൈക്കോമിൻ്റെ ആവശ്യം വരുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ടിഷ്യൂ സിസ്റ്റം, ദാറ്റ് ഈസ് ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം. ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റത്തിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിക്കുന്നതെന്ന് വെച്ചാൽ എപ്പിഡെർമിസും വാസ്കുലാർ ബണ്ടിൽസും അല്ലാത്ത ബാക്കി എല്ലാ ടിഷ്യൂവിനെയും കൂടിയിട്ടാണ് നമ്മൾ ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ. അത് ഉണ്ടാക്കിയിട്ടുള്ളത് പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പാരൻകൈമത്തെ സെൽസ് സാധാരണ കാണാറുള്ളത് കോർട്ടെക്സിലും പെരിസൈക്കിളിലും പിത്തിലും മെഡുലറി റേസിലുമാണ്. അത് പ്രൈമറി സ്റ്റെമ്മിലും റൂട്ടിലും. ഓക്കെ. അതുപോലെ തന്നെ ലീവ്സിൻ്റെ കേസിൽ ഗ്രൗണ്ട് ടിഷ്യൂ എന്ന് പറയുന്ന മീസോഫിൽ സെൽസ് ആണ്. അതായത് എപ്പിഡെർമിസിൻ്റെ താഴെ കാണുന്ന ക്ലോറോപ്ലാസ്റ്റ് കണ്ടെയ്ൻ ചെയ്യുന്ന ഫോട്ടോസിന്തസിസ് ചെയ്യുന്ന സെൽസാണ് മീസോഫിൽ സെൽസ്. അവിടെയാണ് സാധാരണ അതാണ് മീസോഫിൽ സെൽസാണ് ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം എന്ന് കൺസിഡർ ചെയ്യുന്നത്. ലീഫിൻ്റെ കേസിൽ മോണോകോട്ടിലിഡിനസ് സ്റ്റെമ്മിൻ്റെ കേസിലാണെങ്കിൽ ഗ്രൗണ്ട് ടിഷ്യൂ അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടൊന്നുമില്ല. കോർട്ടെക്സ്, പെരിസൈക്കിൾ, പിത്തൊന്നും ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടില്ല. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ വാസ്കുലാർ ബണ്ടിൽസ് ചുമ്മാ സ്കാറ്റർ ചെയ്തിട്ടാണ് കാണുക. അതുകൊണ്ട് തന്നെ വാസ്കുലാർ ബണ്ടിൽസിൻ്റെ പുറത്തെ ഭാഗം അകത്തെ ഭാഗം എന്നൊന്നും പറഞ്ഞിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാനില്ല. അതുകൊണ്ട് തന്നെ അത് ഡിഫറൻഷിയേറ്റ് ചെയ്യാത്ത രീതിയിലായിരിക്കും കാണുക. ഡൈക്കോട്ട് സ്റ്റെമ്മിൻ്റെയും റൂട്ടിൻ്റെയും മോണോകോട്ട് റൂട്ടിൻ്റെയും കേസിലൊക്കെ നമുക്ക് നോക്കിയാൽ ഡൈക്കോട്ട് സ്റ്റെമ്മിലും ഡൈക്കോട്ട് റൂട്ടിലും മോണോകോട്ട് റൂട്ടിലും നമ്മൾ നോക്കിയാൽ ഗ്രൗണ്ട് ടിഷ്യൂ ഇറ്റ് ഈസ് ക്ലാസിഫൈഡ്, ഗ്രൗണ്ട് ടിഷ്യൂനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ കോർട്ടെക്സിൽ ഹൈപ്പോഡെർമിസ് ഉണ്ടാവും, ജനറൽ കോർട്ടെക്സും ഉണ്ടാവും, എൻഡോഡെർമിസ് ഉണ്ടാവും. പക്ഷേ ഈ ഹൈപ്പോഡെർമിസ് റീജിയൻ ഇതിൻ്റെ അകത്ത് മോണോകോട്ടിലിഡിനസ് റൂട്ടിനകത്ത് ക്ലിയർ അല്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഹൈപ്പോഡെർമിസ് എന്ന് പറഞ്ഞാൽ ഡൈക്കോട്ടിലിഡിനസ് സ്റ്റെമ്മിൻ്റെ കേസിൽ ഹൈപ്പോഡെർമിസ് വന്നിട്ട് കോളൻ കൈമാറ്റസ് ആണ്. മോണോകോട്ടിലിഡിനസ് സ്റ്റെമ്മിൻ്റെ കേസിൽ ഹൈപ്പോഡെർമിസ് ക്ലിയറൻ കൈമാറ്റസ് ആണ്. അതുപോലെ ഹൈപ്പോഡെർമിസ് ഇറ്റ് ഈസ് മോസ്റ്റ്ലി ആബ്സെൻറ്റ് ഇൻ ദ കേസ് ഓഫ് റൂട്ടിൻ്റെ കേസിൽ അങ്ങനെ ഹൈപ്പോഡെർമിസ് എന്ന് പറഞ്ഞിട്ടൊരു ഡിഫറൻഷിയേഷൻ കാണാനില്ല. ജസ്റ്റ് കോർട്ടെക്സ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഹൈപ്പോഡെർമിസിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇന്റേണൽ ടിഷ്യൂസിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും മെക്കാനിക്കൽ സപ്പോർട്ട് കൊടുക്കുകയും ചെയ്യുന്നതാണ് ഹൈപ്പോഡെർമിസ്. പിന്നെ ജനറൽ കോർട്ടെക്സ് ആണ്. ജനറൽ കോർട്ടെക്സ് സാധാരണ പാരൻകൈമ ടിഷ്യൂ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ ഷേപ്പ് വന്നിട്ട് ചിലപ്പോൾ സ്പെറിക്കൽ ആവാം, ചിലപ്പോൾ ഐസോ ഡയമെട്രിക് ഷേപ്പ് ആവാം. ഇന്റർസെല്ലുലാർ സ്പേസോട് കൂടിയൊക്കെ അറേഞ്ച് ചെയ്തേക്കുന്നതാണ് ഈ ജനറൽ കോർട്ടെക്സ് എന്ന് പറയുന്നത്. ഓക്കെ. അതുപോലെ ചില പ്ലാന്റ്സിൻ്റെ കേസിൽ ജനറൽ കോർട്ടെക്സ് ഫോട്ടോസിന്തസിസിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ സ്റ്റോറേജിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ജനറൽ കോർട്ടെക്സ് കേട്ടോ. അതേപോലെ എൻഡോഡെർമിസ് എന്ന് പറയുന്നത് ആ കോർട്ടെക്സിൻ്റെ ഏറ്റവും ഉൾഭാഗത്ത് കാണുന്ന കമ്പാക്ട്ലി അറേഞ്ച്ഡ് ആയിട്ട് കാണുന്ന പാരൻകൈമാറ്റ സെൽസ് ആണ് എൻഡോഡെർമിസ്. സ്റ്റെമ്മിൻ്റെ കേസിൽ ബാരൽ ഷേപ്ഡ് ആയിരിക്കും എൻഡോഡെർമിസ്. അത് അറേഞ്ച് ചെയ്തേക്കുന്ന വിത്തൗട്ട് ഇന്റർസെല്ലുലാർ സ്പേസ് ആയിരിക്കും. അതേപോലെ അതിന് സ്റ്റാർച്ച് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അതിന് സ്റ്റാർച്ച് ഷീത്ത് എന്നും റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. എൻഡോഡെർമിസ് റൂട്ടിൻ്റെ കേസിലാണെങ്കിൽ ഒരു തിക്കനിങ് ഓഫ് ലിഗ്നിനും കൂടി കാണും. അവിടെ സുബറിൻ്റെയും ക്യൂട്ടിൻ്റെയും ഒക്കെ ഡെപ്പോസിറ്റും കാണും. അതുകൊണ്ട് തന്നെ അതിനെ കാസ്പേറിയൻ സ്ട്രിപ്പ് എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ എൻഡോഡെർമിസ് ഇൻ സ്റ്റെം ഈസ് കോൾഡ് ആസ് സ്റ്റാർച്ച് ഷീത്ത്, എൻഡോഡെർമിസ് ഇൻ റൂട്ട് ഈസ് കോൾഡ് ആസ് കാസ്പേറിയൻ സ്ട്രിപ്പ്. ഓക്കെ. അത് ശരിക്കും പറഞ്ഞാൽ ഈ കാസ്പേറിയൻ സ്ട്രിപ്പ് ഒരു ചെക്ക് പോയിന്റ് ആണ്. കോർട്ടെക്സിൻ്റെയും
റൂട്ടിൻ്റെ എൻഡോഡെർമിസ് എന്ന് പറയുന്ന ആ റീജിയന് നമ്മൾ കാസ്പേറിയൻ സ്ട്രിപ്പ് എന്ന് പറഞ്ഞല്ലോ. ആ കാസ്പേറിയൻ സ്ട്രിപ്പ് ശരിക്കും പറഞ്ഞാൽ വെള്ളം കോർട്ടെക്സ് വഴി എൻ്റർ ചെയ്യും, അല്ലെങ്കിൽ റൂട്ട് ഹെയർ വഴി എൻ്റർ ചെയ്ത് കോർട്ടെക്സിൽ കൂടെ പാസ് ചെയ്ത് അത് പെരിസൈക്കിളിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ആ ഒരു റീജിയനിലേക്കുള്ളൊരു ചെക്ക് പോയിൻ്റാണ് ഈ പറയുന്ന എൻഡോഡെർമിസ്. അപ്പോൾ അവിടെ വരുമ്പോൾ ഈ എൻഡോഡെർമിസ് അവിടെ ഉള്ളതുകൊണ്ട് തന്നെ അവിടെ വെള്ളം തടഞ്ഞു നിൽക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ പെരിസൈക്കിളിലേക്കും കോർട്ടെക്സിൻ്റെ ഇടയ്ക്കുള്ളൊരു ചെക്ക് പോയിൻ്റാണ് ഈ പറയുന്ന കാസ്പേറിയൻ സ്ട്രിപ്പ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതേപോലെ അതിൻ്റെ ഉള്ളിൽ കാണുന്ന ടിഷ്യൂ ആണ് പെരിസൈക്കിൾ എന്ന് പറയുന്നത്. പെരിസൈക്കിൾ സാധാരണ പാരൻ കൈമാറ്റസ് അല്ലെങ്കിൽ സ്ക്ലീറൻ കൈമാറ്റസ് ആണ്. അത് ഈ പെരിസൈക്കിൾ റീജിയനിൽ നിന്നാണ് ലാറ്ററൽ റൂട്ടൊക്കെ റൈസ് ചെയ്യുന്നത് കേട്ടോ. ലാറ്ററൽ റൂട്ട് എന്ന് പറയുന്ന റൂട്ട് ഹെയറും എല്ലാം റൈസ് ചെയ്യുന്ന ഈ പറയുന്ന പെരിസൈക്കിൾ റീജിയനിൽ നിന്നാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാറില്ല, ഈ നമ്മൾ സ്റ്റെമ്മിനെ ഒടിച്ചെടുക്കാൻ എളുപ്പമാണ്, പക്ഷേ റൂട്ടിനെ അങ്ങനെ പൊട്ടിച്ചെടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ സ്റ്റെമ്മ് എക്സോഡെർമലി ഡിറൈവ്ഡ് ആണ്. അതായത് അവരുടെ കോർട്ടെക്സ് റീജിയനിൽ നിന്നാണ് സ്റ്റെമ്മിൻ്റെ ബ്രാഞ്ചസ് റൈസ് ചെയ്യുക. പക്ഷേ റൂട്ടിൻ്റെ ബ്രാഞ്ചസ് റൈസ് ചെയ്യുന്നത് അതിൻ്റെ സ്റ്റീൽ റീജിയനിലുള്ള പെരിസൈക്കിൾ റീജിയനിൽ നിന്നാണ്. അത് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ലാറ്ററൽ റൂട്ടും അതുപോലെ റൂട്ട് ഹെയറൊക്കെ റൈസ് ചെയ്യുന്നത് ഏത് ഭാഗത്തു നിന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ പെരിസൈക്കിൾ. ഓക്കെ, സോ അതിൻ്റെ ഉള്ളിൽ പെരിസൈക്കിളിൻ്റെ ഉൾഭാഗത്തിനെയാണ് നമ്മൾ പിത്ത് എന്ന് പറയുന്നത്. ഈ പിത്ത് പാരൻ കൈമാറ്റസ് ആണ്. അതിനകത്ത് പിത്തിനകത്ത് സെൽസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇന്റർ സെല്ലാർ സ്പേസോട് കൂടിയിട്ടാണ്. അതുപോലെ ഡൈക്കോഡ് സ്റ്റെമ്മിനകത്ത് പിത്ത് വലിയ പിത്തായിരിക്കും ഉണ്ടാവുക. ഡൈക്കോഡ് റൂട്ടിനകത്ത് പിത്ത് ചിലപ്പോൾ ഉണ്ടാവാം, ചിലപ്പോൾ ഉണ്ടാവാതിരിക്കാൻ, ഉണ്ടെങ്കിൽ വളരെ ചെറുതായിരിക്കും. മോണോകോട്ടിനിഡിന് സ്റ്റെമ്മിനകത്ത് പിത്ത് ആബ്സെൻ്റ് ആണ്. കാരണം മോണോകോട്ട് സ്റ്റെമ്മിനകത്ത് വാസ്കുലാർ ബണ്ടിൽസിൻ്റെ അറേഞ്ച്മെൻറ്റ് തന്നെ സ്കാറ്റേഡ് ആണ്. മോണോകോട്ട് റൂട്ടിനകത്ത് പിത്ത് പ്രസൻ്റ് ആയിരിക്കും. അതുപോലെ മെഡുലറി റേസ് സാധാരണ കാണുന്ന ഡൈക്കോട്ടിലിഡിനസ് സ്റ്റെമ്മിലാണ്. മോണോകോട്ട് സ്റ്റെമ്മിൽ ചിലപ്പോൾ ഉണ്ടാവാം, ചിലപ്പോൾ ഉണ്ടാവാതിരിക്കാം. സാധാരണ അത് ആബ്സെൻ്റ് ആയിട്ടാണ് കാണുക. മെഡുലറി റേസ് റൂട്ടിനകത്ത് മെഡുലറി റേസ് ഉണ്ടാവില്ല കേട്ടോ. പിത്തിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ സ്റ്റോർ വേരിയസ് സബ്സ്റ്റൻസസ് സച്ച് ആസ് മ്യൂസിലേജ്, ടാനിൻ എക്സെട്ര. മ്യൂസിലേജിനെ ടാനിനെയും ഒക്കെ സ്റ്റോർ ചെയ്യുന്നതാണ് ഈ പിത്തിൻ്റെ ഫംഗ്ഷൻ. ഇനി നമുക്ക് അടുത്ത ടിഷ്യൂ സിസ്റ്റം പഠിക്കാം. ദാറ്റ് ഈസ് വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റം. വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റം എന്ന് പറയുന്നത് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് കോംപ്ലക്സ് ടിഷ്യൂ ആസ് ഫ്ലോയം ആൻഡ് സൈലം. സൈലവും ഫ്ലോയും കംപ്രൈസ് ചെയ്യുന്നതാണ് വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റം. ഈ വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റം ഡൈക്കോട്ടിലിഡിന സ്റ്റെമ്മിൽ വാസ്കുലാർ ടിഷ്യൂസിൻ്റെ ഇടയ്ക്ക് നമുക്ക് ക്യാമ്പിയം കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ അതിന് ഓപ്പൺ വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റം എന്നാണ് പറയുക, അല്ലെങ്കിൽ ഓപ്പൺ വാസ്കുലാർ ബണ്ടിൽ കേട്ടോ. ഇത് ഒരു ഓപ്പൺ വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റം ആണ്. അതായത് സൈലത്തിൻ്റെയും ഫ്ലോയത്തിൻ്റെയും ഇടയിലായിട്ട് നമുക്ക് ക്യാമ്പിയം റിംഗ് ഉള്ളത് കൊണ്ട് തന്നെ ഇത് ഓപ്പൺ ആയിട്ടാണ് ഇരിക്കുക. ഇതിന് വീണ്ടും തിക്കനിങ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ അത് ഡൈക്കോട്ടിലിഡിന സ്റ്റെമ്മിലും കാണുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ് കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് ഈ ഫ്ലോയും സൈലും അറേഞ്ച് ചെയ്തേക്കുന്നതിൻ്റെ ഇടയിൽ ക്യാമ്പിയം പ്രസൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ക്ലോസ്ഡ് വാസ്കുലാർ സിസ്റ്റം എന്നാണ് പറയുക. ക്ലോസ്ഡ് വാസ്കുലാർ സിസ്റ്റം സാധാരണ മോണോകോട്സിലാണ് കാണുക. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ് നോക്കാം. എങ്ങനെയായിരിക്കാം വാസ്കുലാർ ബണ്ടിൽസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്? വാസ്കുലാർ ബണ്ടിൽസ് അറേഞ്ച് ചെയ്തേക്കുന്ന ഒന്നുപോലെ റേഡിയൽ ടൈപ്പ് ഓഫ് അറേഞ്ച്മെൻ്റ് ആവാം, അതല്ലെങ്കിൽ കൺജോയിൻ ടൈപ്പ് ഓഫ് അറേഞ്ച്മെൻ്റ് ആവാം. റേഡിയൽ ടൈപ്പ് ഓഫ് അറേഞ്ച്മെൻറ്റിൽ നമുക്ക് സൈലത്തിനെയും ഫ്ലോയത്തിനെയും ഡിഫറെൻറ്റ് റേഡിയസിൽ അറേഞ്ച് ചെയ്തേക്കുന്ന കാണാം. പക്ഷേ കൺജോയിൻ ടൈപ്പ് ഓഫ് അറേഞ്ച്മെൻറ്റിൽ ഒരേ റേഡിയസിൽ തന്നെ ആയിരിക്കും അറേഞ്ച് ചെയ്തേക്കുന്നത്. ഇത് കൺജോയിൻ ക്ലോസ്ഡ് വാസ്കുലാർ ബണ്ടിലാണ്. കാരണം ദർ ഈസ് നോ ക്യാമ്പിയം പ്രസൻറ്റ് ഇൻ ബിറ്റ്വീൻ ദ സൈലം ആൻഡ് ഫ്ലോയം. ഇനി ഇതിൻ്റെ ഇടയിൽ ക്യാമ്പിയം ഉള്ളത് കൊണ്ട് തന്നെ കൺജോയിൻഡ് ഓപ്പൺ വാസ്കുലാർ ബണ്ടിലാണ്. ഇനി നമുക്ക് നീറ്റ് ലെവലിൽ പഠിക്കുമ്പോൾ ഈ കൺജോയിൻഡ് കൊളാട്രൽ, ബൈകൊളാട്രൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഡിവിഷനും കൂടെ ഉണ്ട് കേട്ടോ. ഞാനതൊന്ന് പറഞ്ഞുതരാം. കൺജോയിൻഡ് ഈ റേഡിയൽ അറേഞ്ച്മെൻറ്റ് കാണുന്നത് സാധാരണ റൂട്ടിലാണ് കേട്ടോ. അതിന് മുമ്പ് ഞാൻ പറയാൻ പോകുന്ന പോയിന്റിന് മുമ്പുള്ള ഒരു പോയിന്റാണ്. ഇത് സാധാരണ കാണുന്ന റൂട്ടിലും ഇത് സാധാരണ കാണുന്ന സ്റ്റെമ്മിലുമാണ്. ഈ കൺജോയിൻ കൊളാട്രൽ അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത് സൈലം ഉള്ളിലേക്കും ഫ്ലോയം പുറത്തേക്കുമായിട്ട് ഈ ഒരൊറ്റ ലെയറായിട്ട് അറേഞ്ച് ചെയ്തേക്കുന്നത്, ഒരേ റേഡിയസിൽ അറേഞ്ച് ചെയ്തേക്കുന്നതിനാണ് കൊളാട്രൽ അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. ബൈകൊളാട്രൽ അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ഇതിൻ്റെ സൈലം ഇവിടെ
ഇവിടെ നിൽക്കും. അതേപോലെ ഫ്ലോയം ദാ ഇങ്ങോട്ടും ഉണ്ടാവും ഇങ്ങോട്ടും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇത് ബൈകൊളാറ്ററൽ അറേഞ്ച്മെന്റ് ആണ്. അത് സാധാരണ കാണുന്ന കുക്കുർബിറ്റേഷ്യയിലൊക്കെയാണ് കാണുന്നത്. അപ്പൊ ഇവർക്ക് ഈ കുക്കുർബിറ്റേഷ്യ എന്ന് പറയുന്നത് ഒരു ഡൈക്കോട്ടിലിഡിനസ് പ്ലാന്റ് ആണല്ലോ. ഇവർക്ക് ഇവിടെയും മെരിസ്റ്റം ഉണ്ടാവും, അതുപോലെ തന്നെ ഇത് ഇവിടെയും മെരിസ്റ്റം ഉണ്ടാവും. അതായത് ക്യാമ്പിയം ഈ രണ്ടിടത്തും ഉണ്ടാവും. ഇത് ഇന്നർ ഫ്ലോയ ആണെങ്കിൽ ഇത് ഔട്ടർ ഫ്ലോയ ആണല്ലോ. ഈ ഔട്ടർ ഫ്ലോയത്തിന്റെയും സൈലത്തിന്റെയും ഇടയ്ക്കുള്ള ഈ ഒരു ക്യാമ്പിയം ആയിരിക്കും ആക്റ്റീവ് ആയിട്ടുള്ള, മറ്റത് ഇനാക്റ്റീവ് ആയിരിക്കും കേട്ടോ. ഇത് ഇനാക്റ്റീവ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ബൈകൊളാറ്ററൽ അറേഞ്ച്മെന്റ് കുക്കുർബിറ്റേഷ്യ സ്റ്റെമ്മിലാണ് കാണുന്നത്. ഇതൊരിക്കൽ ചോദിച്ച ക്വസ്റ്റൻ ആണ് കേട്ടോ. ഇനി അടുത്ത തരത്തിൽ വേറൊരു തരത്തിലുള്ള അറേഞ്ച്മെന്റ് കൂടെ ഉണ്ട് സൈലത്തിന്റെ ഫ്ലോയത്തിന്റെ. ദാറ്റ് ഈസ് കോൺസെൻട്രിക് ടൈപ്പ് ഓഫ് അറേഞ്ച്മെന്റ്. കോൺസെൻട്രിക് ടൈപ്പ് ഓഫ് അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒന്നുപോലെ സൈലം ഉള്ളിലായിട്ടും അതിൻ്റെ ചുറ്റും ഫ്ലോയം കാണുന്നത്, അല്ലെങ്കിൽ ഫ്ലോയം ഉള്ളിലായിട്ട് അതിൻ്റെ ചുറ്റും സൈലം കാണുന്നതിനെയാണ് കോൺസെൻട്രിക് ടൈപ്പ് ഓഫ് അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ സൈലാണെന്നിരിക്കട്ടെ, ഇത് സൈലവും ഇത് ഫ്ലോയോ ആണെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് ആംഫിക്രൈബ്രൽ. ആംഫിക്രൈബ്രൽ, AMPHICRIBRAL. അതിന് പറയുന്ന വേറൊരു പേരാണ് ഹൈഡ്രോസെൻട്രിക്. അതായത് ഹൈഡ്രോം അല്ലെങ്കിൽ സൈലം, ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ ദ സെന്റർ റീജിയൻ. അത് സാധാരണ കാണുന്നത് ഫ്ലവറിംഗ് പ്ലാന്റ്സിലല്ല, സെലാജിനെല്ലയുടെയൊക്കെ റൈസോമിൽ കാണുന്നതാണ്. സെലാജിനെല്ലയുടെയൊക്കെ റൈസോമിൽ കാണുന്നതാണ് ഈ ക്രൈബ്രൽ അല്ലെങ്കിൽ ഹൈഡ്രോസെൻട്രിക് അറേഞ്ച്മെന്റ്. അതുപോലെ ആംഫി വാസൽ അറേഞ്ച്മെന്റ് ഉണ്ട്. അതായത് ലെപ്റ്റോസെൻട്രിക് ആംഫി വാസൽ, AMPHIVASAL, ആംഫി വാസൽ ഓർ ലെപ്റ്റോസെൻട്രിക് അറേഞ്ച്മെന്റ്. അത് ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ കാണുന്നതാണ്. ഡ്രക്കീന, യുക്സ അങ്ങനത്തെ ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ കാണുന്നതാണ് ഈ കോൺസെൻട്രിക് അറേഞ്ച്മെന്റ് കേട്ടോ. അപ്പോൾ വാസ്കുലാർ ബണ്ടിൽസിന് 3 തരത്തിലുള്ള അറേഞ്ച്മെന്റ് ഉണ്ട്. ഒന്ന് റേഡിയൽ, ഒന്ന് കൺജോയിന്റ്, ഒന്ന് കോൺസെൻട്രിക്. റേഡിയൽ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് റൂട്ടിലും, കൺജോയിന്റ് അറേഞ്ച്മെന്റ് സ്റ്റെമ്മിലും, കോൺസെൻട്രിക് അറേഞ്ച്മെന്റ് ചില പ്ലാന്റ്സിലും കാണുന്നതാണ്. റേഡിയൽ അറേഞ്ച്മെന്റ് നമ്മൾ കാണുന്നത് സൈലോം ഫ്ലോയും ഡിഫറെന്റ് റേഡിയസിൽ അറേഞ്ച് ചെയ്തേക്കുന്നു. കൺജോയിന്റ് അറേഞ്ച്മെന്റിൽ നമ്മൾ കൊളാറ്ററലും ബൈകൊളാറ്ററലും ഉണ്ട്. കൊളാറ്ററിൽ എപ്പോഴും സൈലം ഉള്ളിലേക്കും ഫ്ലോയും പുറത്തേക്കും ആയിരിക്കും കാണാം. അത് സ്റ്റെമ്മിലും അതുപോലെ തന്നെ ലീവ്സിലും കൊളാറ്ററൽ അറേഞ്ച്മെന്റ് ആണ് കേട്ടോ. ബൈകൊളാറ്ററൽ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് 2 പാച്ചസ് ഫ്ലോയും ഉണ്ടാവും. അതായത് സൈലത്തിന്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ഫ്ലോയും കാണും. അതിനെയാണ് നമ്മൾ ബൈകൊളാറ്ററൽ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. അതിന്റെ ഔട്ടർ ക്യാമ്പിയം അതാണ് ഫങ്ഷണൽ ആയിട്ടുള്ളത്. അത് സാധാരണ കാണുന്ന കുക്കുർബിറ്റേഷ്യയിലാണ്. ഇനി കോൺസെൻട്രിക് അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് ചില പ്ലാന്റ്സിൽ കാണുന്നതാണ്. അത് ആംഫിക്രൈബ്രലും ആംഫിവാസലും ഉണ്ട്. ആംഫിക്രൈബ്രൽ എന്ന് പറയുന്ന ഹൈഡ്രോസെൻട്രിക് ആണ്, അല്ലെങ്കിൽ സൈലം സെന്ററിലുള്ളതാണ്. അത് കാണുന്നത് സാധാരണ സെലാജിനെല്ലയുടെ റൈസോമിലൊക്കെയാണ് കാണുക. ആംഫിവാസൽ എന്ന് പറയുന്നത് ലെപ്റ്റോസെൻട്രിക് ആണ്. അതായത് ഫ്ലോയം ഉള്ളിലും സൈലം പുറത്തുമായിട്ടാണ്. അതും സാധാരണ കാണുന്നത് ഡ്രക്കീന, യുക്സ എന്ന് പറയുന്ന പ്ലാന്റ്സിലൊക്കെയാണ് സാധാരണ കാണുക. Okay, so this is all about the vascular tissue. Vascular tissue നെ പറ്റിയിട്ട് നമുക്ക് ഇത്രയാണ്, വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റത്തെ പറ്റിയിട്ട് ഇത്രയാണ് നമുക്ക് പഠിക്കാറുള്ളത്.